റാങ്ക് ലിസ്റ്റ് കാലാവധി അവസാനിച്ചതിനാൽ സെക്രട്ടേറിയറ്റിന് മുന്നിലെ സമരം അവസാനിപ്പിച്ച് വനിതാ CPO ഉദ്യോഗാർത്ഥികൾ. ഹോൾ ടിക്കറ്റ് കത്തിച്ചായിരുന്നു 18ാം ദിവസം സമരം അവസാനിപ്പിച്ചത്. തീ കൊളുത്തി മരിച്ചാലും തൂങ്ങി മരിച്ചാലും പാർട്ടിക്ക് പ്രശ്നമില്ലെന്ന് CPIM നേതാവ് പറഞ്ഞെന്ന് സമരം അവസാനിപ്പിച്ച് ഉദ്യോഗാർത്ഥികൾ പറഞ്ഞു. ഇന്ന് നമ്മുടെ പ്രതിഷേധം എന്ന് പറയുന്നത് നമ്മൾ റാങ്ക് ലിസ്റ്റും ഞങ്ങളുടെ ഹോൾ ടിക്കറ്റും ഫിസിക്കലിൻ്റെ ഹോൾ ടിക്കറ്റും എല്ലാം കൂടി ഇന്ന് ശരിക്കും എരിഞ്ഞു തീരുകയാണ്. ആ ഒരു തീമാണ് ചെയ്യുന്നത്. ഞങ്ങളുടെ അത്രയധികം പ്രതീക്ഷകളും സ്വപ്നങ്ങളും ആഗ്രഹങ്ങളും എല്ലാം കൊണ്ട് കഴിഞ്ഞ വർഷം 2024 ഏപ്രിൽ 20 നിലവിൽ വന്ന ലിസ്റ്റാണ്. 2025 ഏപ്രിൽ 19 രാത്രി 12 മണിക്ക് അവസാനിക്കുമ്പോൾ ആ WCPO എന്ന ഞങ്ങളുടെ സ്വപ്നം ഇവിടെ എരിഞ്ഞു തീരുകയാണ്. ഇന്ന് സമരം അവസാനിപ്പിച്ച് മടങ്ങിയാണ്. സമരം നമുക്കിനി തുടരാൻ കഴിയില്ല. കാരണം ഇന്നത്തോടെ ഞങ്ങളുടെ WCPO റാങ്ക് ലിസ്റ്റ് എന്ന ലേബൽ കഴിയുകയാണ്. അപ്പോൾ നമുക്ക് മടങ്ങാന്നല്ലാതെ വേറെ വഴിയില്ല. അജീഷ് ശേഖുമാർ വിവരങ്ങളുമായി ചേരുന്നുണ്ട് തിരുവനന്തപുരത്ത് നിന്ന്. അജീഷ്, കഴിഞ്ഞ 18 ദിവസമായി തുടരുന്ന സമരമാണ്. അതിൽ തന്നെ പലതരത്തിലുള്ള സമര രീതികൾ അവർ മുന്നോട്ട് വെക്കുന്നത് കണ്ടു. സർക്കാർ അനുഭാവപൂർവ്വം നിലപാട് സ്വീകരിക്കുമെന്നൊരു പ്രതീക്ഷ അവർക്കുണ്ടായിരുന്നു അവസാന നിമിഷം വരെയും. ഒരുപക്ഷെ മുഖ്യമന്ത്രിയുടെ ആ വാർത്താ സമ്മേളനം നടക്കുന്നതുവരെ അനുകൂലമായൊരു സമീപനം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് എന്ന പ്രതീക്ഷയോടുകൂടിയായിരുന്നു അവർ സമരം ചെയ്തിരുന്നത്. പക്ഷേ ഇപ്പോൾ പ്രതീക്ഷയൊക്കെ വറ്റിയിരിക്കുന്നു. സമരം അവസാനിപ്പിച്ച് വീടുകളിലേക്ക് മടങ്ങാനുള്ള നീക്കമാണ് ഉദ്യോഗാർത്ഥികളുടെ ഭാഗത്തു നിന്നുണ്ടാവുന്നത്. എന്താണ് അവർ പറയുന്നത്? ഇന്നത്തെ പ്രതിഷേധം, അതിന്റെ സ്വഭാവം എങ്ങനെയായിരുന്നു അജീഷ്? രജിത്ത്, ഓരോ ഉദ്യോഗാർത്ഥിയും അവരുടെ ഒരു സർക്കാർ റാങ്ക് ലിസ്റ്റിൽ പേര് വരുമ്പോൾ അവരുടെ ഒരു സ്വപ്നമുണ്ട്. കാരണം തങ്ങൾക്ക് നാട്ടിലൊക്കെ പറഞ്ഞു കിടക്കുക എൻ്റെ പേര് ലിസ്റ്റിലുണ്ട്. കാരണം അവർക്ക് അത്രയധികം അഭിമാനവും അത് പ്രതീക്ഷയുമാണ്. കാരണം ഒരു സർക്കാർ ജോലി പല ആളുകളുടെയും സ്വപ്നമാണ്. അങ്ങനെയാണ് ഈ ലിസ്റ്റിലുള്ള 967 പേരും 2022 ആ റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ടത്. പക്ഷേ അതിൽ വളരെ കുറച്ച് പേർക്ക് മാത്രമാണ് നിയമന ഉത്തരവ് കിട്ടിയത്. അതിലാണ് അവർക്ക് സങ്കടം. അപ്പോൾ കഴിഞ്ഞ കുറേ മാസങ്ങളായി അവർ കയറി ഇറങ്ങി, കാണാത്ത നേതാക്കളില്ല, സംസാരിക്കാത്ത മന്ത്രിമാരില്ല, എല്ലാവരോടും സംസാരിച്ചു. പക്ഷേ അവരൊക്കെ ഈ അവസാന സമയത്ത് ഒരുപാട് വേക്കൻസി വരും, അപ്പോൾ നിങ്ങൾക്ക് ജോലി കിട്ടുമെന്നൊക്കെ ഒരു പ്രതീക്ഷ കൊടുത്തായിരുന്നു അവർ നിർത്തിയിരുന്നു. പക്ഷേ ഏറ്റവും ഒടുവിൽ 18 ദിവസം ഈ സമരം ചെയ്തിട്ട് പോലും അവർക്ക് അനുകൂലമായ ഒരു സമീപനം എടുക്കാൻ സർക്കാരിനായില്ല. അങ്ങനെയാണ് ഈ സമരം ഇപ്പോൾ അവസാനിച്ചിരിക്കുന്നത്. എന്തായാലും അവർ കണ്ണീരോടെയാണ് ഇവിടെ നിന്ന് മടങ്ങുന്നത്. നമുക്കിപ്പോഴോടൊപ്പം ഈ സമരത്തിന് നേതൃത്വം നൽകിയ ആളുകളുണ്ട്. ഇനി ഇപ്പോൾ എന്താണ് നിങ്ങളുടെ മുന്നിലുള്ള നിങ്ങൾ എന്താണ് ചെയ്യാൻ പോകുന്നത്? ഇനിയൊന്നും ചെയ്യാനില്ല. ഞങ്ങൾക്ക് എല്ലാവർക്കും ഒന്ന് വീട്ടിൽ പോയിട്ട് ഞങ്ങളെ പാരൻസിനൊന്ന് കെട്ടിപ്പിടിച്ച് കരയാം. വേറെ ഒന്നുമില്ല. എന്നാലേ നമുക്കൊക്കെ ഒരു സമാധാനം കിട്ടത്തുള്ളൂ. കാരണം ഈ 18 ദിവസം ഇവിടെ തെരുവിലാണ് കിടന്നിട്ടില്ലേ. കുറച്ചൊരു സമാധാനം, ഞങ്ങളെ സങ്കടങ്ങളൊക്കെ ഒന്ന് ഇറക്കി വെക്കണമെങ്കിൽ വീട്ടിൽ പോകുക, അച്ഛനും അമ്മേനെ ഒന്ന് കെട്ടിപ്പിടിച്ച് കരയുക. ഇവിടുന്ന് കണ്ണുനീര് പൊഴിക്കാത്തതിന് കാരണം എന്ന് പറഞ്ഞാൽ ഞങ്ങളെ മനസ്സൊക്കെ കല്ലായിട്ടിരിക്കുകയാണ്. അവരുടെ ഒരു വികാരം നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. കാരണം 18 ദിവസം മഴയും വെയിലും ഒക്കെ കൊണ്ട് രാത്രിയും പകലും ഒക്കെ ഇവിടെ കിടന്ന് സമരം ചെയ്ത് മുദ്രാവാക്യം വിളിച്ചതൊക്കെയാണ്. നിങ്ങളുടെ ഓരോ സമരം കാണുമ്പോഴും ഈ ആളുകളൊക്കെ മെസ്സേജ് ചെയ്തിരുന്നുണ്ടായിരുന്നു, നിങ്ങൾ എന്തിനാണ് ഇവിടെ ഇങ്ങനെ സമരം ചെയ്ത്, നിങ്ങൾക്ക് മറ്റു ജോലിക്കൊക്കെ പൊക്കൂടെ എന്ന് ചോദിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ നമുക്കറിയാം, കാരണം ഒരു 3 വർഷമായി നിങ്ങളുടെ ഒരു പ്രതീക്ഷയായിരുന്നു ഈ ലിസ്റ്റ്. അത് നഷ്ടപ്പെടുമ്പോൾ എന്താണ് നിങ്ങൾക്ക് തോന്നുന്നത്? നമ്മൾ ചോദിക്കുന്നവർക്ക് പലതും ചോദിക്കാം. നിങ്ങൾക്ക് ഇനി എന്താ വേറെ പരീക്ഷ എഴുതിക്കൂടെ? അങ്ങനെ പലതും ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. ഇതുകൊണ്ട് ജീവിതം അവസാനിക്കുമോ? അങ്ങനെയൊന്നും അല്ല. ഇതിലേക്കൊന്ന് ഇറങ്ങി നോക്കണം, അപ്പോൾ അറിയത്തുള്ളൂ. ഒരു ഗവൺമെൻറ് ജോലി എന്ന സ്വപ്നം, ഗവൺമെൻറ് ജോലിയില്ല ജീവിക്കാൻ പറ്റുമെന്ന് ചോദിക്കും. ഓരോ അച്ഛനമ്മമാർക്കുണ്ടാവില്ലേ? ഞങ്ങളുടെ എല്ലാവരുടെയും അച്ഛനമ്മമാർക്ക് ഞങ്ങൾ ഗവൺമെൻറ് ജോലി വാങ്ങിക്കണം എന്നുള്ളത് ആഗ്രഹമാണ്. ഞങ്ങൾ അതിനു വേണ്ടി പഠിച്ച തെറ്റ് മാത്രമേ ഞങ്ങൾ ചെയ്തോളൂ. പക്ഷെ അവസാനം വരെയും പ്രതീക്ഷ വന്നിട്ട് ഞങ്ങൾക്ക് ഒന്നുമില്ലാന്ന് പറഞ്ഞ് കൈയൊഴിഞ്ഞപ്പോഴാണ് ഞങ്ങളുടെ കണ്ണീരെങ്കിലും ഞങ്ങളുടെ ശ്രദ്ധ അവരിലേക്ക് എത്താൻ വേണ്ടിയിട്ടാണ് ഞങ്ങളിവിടെ സമരം എന്താണെന്ന് പോലും അറിയാത്ത ഞങ്ങൾ ഈ തെരുവിൽ വന്നത്. ഞങ്ങൾ ഈ തെരുവിൽ വന്ന് ഓരോ സഹനമുറകളും കാണിക്കുമ്പോഴും ഞങ്ങളുടെ അച്ഛൻ്റെയും അമ്മയുടെയും പല നല്ലവരായ മനുഷ്യരുടെയും ഹൃദയവും കണ്ണും നിറഞ്ഞതല്ലാതെ ഈ ഭരണപക്ഷത്തു നിന്ന് ഒരു പ്രതിനിധി പോലും ഞങ്ങൾക്കൊരു ആശ്വാസമാക്കുകൊണ്ട് വന്നില്ല. ഇന്നിവിടെ ഞങ്ങളുടെ റാങ്ക് ലിസ്റ്റ് കത്തിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി അതുകൊണ്ട് ഞങ്ങൾക്ക് നെഞ്ചുനീറി പോകാൻ വയ്യ. 1 വർഷമായിട്ട് നമ്മൾ 3 വർഷത്തെ കാത്തിരിപ്പാണ്. പക്ഷേ ഈ റാങ്ക് ലിസ്റ്റ് വന്നിട്ട് 1 വർഷമായിട്ട് ഞങ്ങളുടെ ജീവനും ജീവിതവും ആകാനായിരുന്ന ആ റാങ്ക് ലിസ്റ്റാണ് ഞങ്ങൾ ഇവിടെ എരിച്ചു തീരുന്നത്. എന്ന് വെച്ചാൽ ഒരു മനുഷ്യനെ നമ്മൾ സംസ്കരിക്കുന്ന അതേ ഫീല് തന്നെ ഞങ്ങൾക്കുണ്ടായത്. ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നതാണ് 1 വർഷമായിട്ട്. ഞങ്ങളുടെ പല സ്വപ്നങ്ങളും പൂവണിയെന്നുള്ള ഒരു പ്രതീക്ഷയായിരുന്നു ഇവിടെ അസ്തമിച്ചു പോയത്. ഇനി ഞങ്ങൾക്ക് വീട്ടിലെത്തിയ അച്ഛനും അമ്മയും പറഞ്ഞത്, ശരിക്കും ഇവിടെ ഓരോന്ന് ചെയ്യുമ്പോഴും മറ്റാരുടെയും അച്ഛനും അമ്മയുടെയും കണ്ണ് നിറയുന്നത് പോലെ ആരുടെയും കണ്ണ് നിറയില്ല. അവർക്ക് മാത്രം ഞങ്ങൾ ഇവിടെ എന്ത് വേദന ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിലും കൂടുതലും അനുഭവിക്കുന്നത് അവർ മാത്രമായിരിക്കും. ഇനി ഞങ്ങൾക്ക് ഇവിടുന്ന് തിരിച്ചു പോയി വീട്ടിൽ ചെന്ന് അച്ഛനെയും അമ്മയും ഒന്ന് കണ്ടാൽ മാത്രം മതി എന്നുള്ളൊരവസ്ഥയിലേക്ക് എത്തി ഞങ്ങൾ.
ശ്രീജിത്ത്, ഇപ്പോൾ നമ്മൾ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇവർ ഈ കുറേ മാസങ്ങളായിട്ട് ഈ മന്ത്രിമാരെ നേതാക്കളെയൊക്കെ കണ്ടു എന്ന് പറയുന്നത്. ഇതിൽ AK സെന്ററിൽ ചെന്നൊരു പ്രധാന നേതാവിനെ ഇവർ കണ്ടു എന്ന് പറഞ്ഞു. ആ നേതാവ് പറഞ്ഞത്, നിങ്ങൾ സമരം ചെയ്തോളൂ, നിങ്ങൾ ഇനി തീ കൊളുത്തി മരിച്ചാലും തൂങ്ങി മരിച്ചാലും ഞങ്ങൾക്കൊന്നും സംഭവിക്കാൻ പോകുന്നില്ല, നിങ്ങൾ കുറച്ചു നേരം സമരം ചെയ്യും, അത് കഴിഞ്ഞ് നിങ്ങൾ പോകും, ആളുകളൊക്കെ അത് മറക്കും. ഇതാണ് ഇവരുടെ നേതാക്കളുടെ ആറ്റിറ്റ്യൂഡ്. ഒരു യുവജന MP കൂടിയായ ഒരു നേതാവ് പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് RPF-ന് ശ്രമിച്ചുകൂടെ, നിങ്ങൾ എന്തിനാണ് WCPO സമരത്തിന് വേണ്ടി ആ റാങ്ക് ലിസ്റ്റിന് വേണ്ടി സമരം ചെയ്യുന്നത്? അത്രയ്ക്ക് ലോജിക്കുള്ള ഒരു നേതാവൊക്കെ ഉള്ളൊരു നാടാണിത്. എന്തായാലും ആ നേതാവിൻ്റെയൊക്കെ പരിഹാസമൊക്കെ അതിജീവിച്ചവർ 18 ദിവസം അവരെ സമരം നടത്തി. എന്തായാലും അവരുടെ ആ പോരാട്ട വീര്യം അഭിനന്ദിച്ചേ പറ്റൂ, അത് സർക്കാരും അംഗീകരിക്കണം. ശ്രീജിത്ത്, അജീഷ് ജയകുമാർ വിവരങ്ങൾ നൽകുകയായിരുന്നു. എല്ലാ പ്രതീക്ഷയും അവസാനിച്ചിരിക്കുന്നു. അവസാന നിമിഷം വരെ പ്രതീക്ഷയോടുകൂടി അവർ സമരരംഗത്തുണ്ടായിരുന്നു. പക്ഷേ റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി അവസാനിക്കുകയാണ്. 18 ദിവസം നീണ്ടുനിന്ന സമരം പൂർത്തിയാക്കി അവർ മടങ്ങുകയാണ്. സമരവേദിയിൽ നിന്ന് വൈകാരികമായ പ്രതികരണമാണ് ഉദ്യോഗാർത്ഥികളുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. അജീഷ് ജയകുമാർ വിശദാംശങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു. ആശാ വർക്കേഴ്സിന്റെ സമരത്തിൽ പരസ്യ വിമർശനവുമായി സാറാ ജോസഫ്. CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വത്തെ വേദിയിലിരുത്തിയാണ് സർക്കാർ നിലപാടിനെതിരെ വിമർശനം ഉന്നയിച്ചത്. കമ്മ്യൂണിസ്റ്റുകാർക്ക് സ്വയം വിമർശനമില്ലെങ്കിൽ ആശാ വർക്കേഴ്സിന്റെ സമരത്തിനെതിരെ കണ്ണടയ്ക്കാൻ എളുപ്പമാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ വർഗസമരം നയിക്കേണ്ടവരാണെന്നും സാറാ ജോസഫ് പറഞ്ഞു. ഇതുപോലെയുള്ള അടിസ്ഥാനവർഗം സമരം ചെയ്യുമ്പോൾ ആ പ്രശ്നം നമ്മുടെ പ്രത്യയശാസ്ത്രത്തിന്റെ ബേസാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട്, നമ്മുടെ പ്രവർത്തകരെ അത് പറഞ്ഞ് മനസ്സിലാക്കിക്കൊണ്ട് ആ സ്ത്രീകളുടെ ആവശ്യം ന്യായമായതാണ്. പക്ഷെ തത്ത പറയും പോലെ പറയാൻ പഠിപ്പിച്ചിരിക്കുകയാണ്. അവർ അനാവശ്യ സമരം ചെയ്യുന്നത്, അവർ കേന്ദ്രത്തോട് പോയി സമരം ചെയ്യട്ടെ. ഇത് ഞാൻ പറയാനുള്ള കാരണം എന്ന് പറയുന്നത്, നമ്മൾ നമ്മെ തന്നെ വഞ്ചിച്ചുകൊണ്ടാണ് ജീവിക്കുന്നത്. നമ്മൾ കമ്മ്യൂണിസം എന്ന് പറയുകയും നമ്മെ വഞ്ചിക്കുകയും ചെയ്യുന്നു. ഈ സ്വയം വഞ്ചന നല്ലതാണോ? ആരോഗ്യകരമാണോ? വയലാർ കണ്ട സ്വപ്നഭൂമിയാണോ ഇത്? ഒരു ഉരുൾപൊട്ടൽ ദുരന്തത്തിന്റെ ഞെട്ടൽ വിട്ടുമാറിയിട്ടില്ല കോഴിക്കോട് വിലങ്ങാട് നിവാസികൾക്ക്. മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ ഉണ്ടായ അതേ രാത്രിയിൽ തന്നെയാണ് വിലങ്ങാടും ദുരന്തമുണ്ടായത്. ഇപ്പോൾ ജീവിതം തിരികെ പിടിക്കാനുള്ള ശ്രമത്തിലാണ് വിലങ്ങാട് നിവാസികൾ. പക്ഷേ പ്രദേശത്ത് നിർമ്മാണ പ്രവൃത്തികൾക്ക് വിലക്കേർപ്പെടുത്തി ജില്ലാ കളക്ടർ ഉത്തരവിട്ടതോടെ ദുരിതത്തിലായിരിക്കുകയാണ് പ്രദേശവാസികൾ. ഉത്തരവിന് പിന്നാലെ പലരുടെയും വീട് നിർമ്മാണം നിലച്ചു. മേഖലയിലെ റോഡുകളുടെ പുനർനിർമ്മാണവും പ്രതിസന്ധിയിലായി. വീണ്ടും ഉരുൾപൊട്ടലിന് സാധ്യതയുള്ള വിലങ്ങാട് മേഖലകൾ ഏതൊക്കെയെന്ന് NIT-യിലെ വിദഗ്ധ സംഘം പരിശോധന നടത്തി കണ്ടെത്തിയിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് നിർമ്മാണ പ്രവൃത്തികൾ വിലക്കിയുള്ള കലക്ടറുടെ ഉത്തരവ്. വീട് നഷ്ടമായതിനു പിന്നാലെ ഇഷ്ടമുള്ള സ്ഥലത്ത് വീട് പണി ആരംഭിച്ച പ്രദേശവാസികൾക്ക് ഇടുത്തിയായിരിക്കുകയാണ് ഈ തീരുമാനം. വിലങ്ങാട് പ്രദേശം ഉൾപ്പെട്ട വാണിമേൽ പഞ്ചായത്തിലെ 9, 10, 11 വാർഡുകളിലാണ് നിർമ്മാണ പ്രവൃത്തികൾക്ക് കളക്ടറുടെ വിലക്ക്. ഉരുൾപൊട്ടൽ സാധ്യത നിലനിൽക്കുന്ന പശ്ചാത്തലത്തിലാണ് തീരുമാനം. അത്യാവശ്യ ഘട്ടങ്ങളിൽ നടത്തുന്ന പ്രവൃത്തികൾക്ക് ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റിയുടെ മുൻകൂർ അനുമതി വേണമെന്നാണ് നിർദ്ദേശം. വീട് വാസയോഗ്യമല്ലാതായി നശിച്ച പ്രദേശവാസികളിൽ പലരും പുതിയ വീടിനായുള്ള നിർമ്മാണ പ്രവൃത്തികൾ ഇതിനോടകം ആരംഭിച്ചിട്ടുണ്ട്. കൃഷിസ്ഥലത്തെ മരങ്ങൾ മുറിച്ചു മാറ്റിയും പാറ പൊട്ടിച്ചും സ്ഥലമൊരുക്കൽ പൂർത്തിയായപ്പോഴാണ് കളക്ടറുടെ ഉത്തരവെത്തിയത്. ഈ ഉത്തരവ് പ്രകാരം ഈ പ്രദേശത്ത് ദുരിതം അനുഭവിക്കുന്ന ജനങ്ങൾ വളരെയേറെ ബുദ്ധിമുട്ടുകയാണ്. 9 മാസം പിന്നിട്ട് ഏകദേശം 1 മാസം പിന്നിട്ടാൽ അടുത്ത മഴക്കാലം വരവായി. ഈ മഴക്കാലത്തിന് മുമ്പ് ധൈര്യമായി കയറിക്കിടക്കാൻ ഒരു കൂരയെങ്കിലും ഉണ്ടാക്കാനുള്ള അവരുടെ നിരന്തരമായ ശ്രമങ്ങൾക്ക് അവസാനം ഈ ഇടുത്തി പോലെ ഈ വാക്കാലുള്ള ഉത്തരവ് വരുന്നത്. ഇത് ഈ പ്രദേശത്തെ ജനങ്ങളെ വീണ്ടും ദുരിതത്തിലേക്ക് ആഴ്ത്തുകയാണ്. മേഖലയിലെ റോഡുകളും ഉരുൾപൊട്ടലിൽ പാടെ തകർന്നിരുന്നു. കളക്ടറുടെ ഉത്തരവിന് പിന്നാലെ പ്രദേശത്തെ 3 റോഡുകളുടെ പുനർനിർമ്മാണ പ്രവൃത്തിയും നിർത്തിവച്ചിരിക്കുകയാണ്. പണി തുടരേണ്ടതില്ലെന്നാണ് കരാറുകാർക്ക് പഞ്ചായത്ത് അധികൃതർ നൽകിയ നിർദ്ദേശം. ഉരുൾപൊട്ടലിന് സാധ്യതയുള്ള മേഖലകൾ ഏതൊക്കെയെന്ന് നേരത്തെ അറിയിക്കാതിരുന്നതിനാലാണ് സ്ഥലം വാങ്ങി വീടുപണിയുമായി മുന്നോട്ടു പോയതെന്ന് പ്രദേശവാസികൾ പറയുന്നു. ഇനി എന്തു ചെയ്യുമെന്ന് ഇവരിൽ പലർക്കും അറിയില്ല. കളക്ടറുടെ ഉത്തരവിന് പിന്നാലെ ഉടലെടുത്ത ആശങ്ക പരിഹരിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. അഭിജിത്ത് മുഴക്കുന്ന്, 24 കോഴിക്കോട്. പൊതുജനം കഴുതയല്ല സാർ. വീട് നിർമ്മാണത്തിനായി മരങ്ങൾ മുറിച്ചു മാറ്റിയും പാറ പൊട്ടിച്ചും സ്ഥലം വാസയോഗ്യമാക്കാൻ ശ്രമിക്കുന്നതിനിടയിലാണ് ജില്ലാ കളക്ടറുടെ ഉത്തരവ് വന്നത്. പണി തുടരേണ്ടതില്ല എന്ന അധികൃതരുടെ നിർദ്ദേശം കൂടി വന്നതോടെ കരാറുകാർ പണി നിർത്തിപ്പോവുകയും ചെയ്തു. ഉരുൾപൊട്ടൽ സാധ്യത നിലനിൽക്കുന്നതുകൊണ്ടാണ് കളക്ടറുടെ ഉത്തരവ് വന്നതെങ്കിലും തീരുമാനം വലിയ തിരിച്ചടിയാണെന്ന് വിലങ്ങാട്ടുകാർ പറയുന്നു. ചില പ്രതികരണങ്ങൾ കൂടി കാണും. ഈ പ്രദേശത്ത് നിരവധി ആളുകൾ, ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ ഇരയായ നിരവധി ആളുകൾ ഈ വാർഡുകളിൽ വീണ്ടും സ്ഥലം വാങ്ങുകയും വീട് നിർമ്മാണം തുടങ്ങുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. പല ആളുകളും വീടിന് ചുമരടക്കം കെട്ടി തുടങ്ങിയിരുന്നു.
ഇവരെല്ലാം വലിയ ആശങ്കയിലും വലിയ പ്രതിസന്ധിയിലുമാണ്. ഞങ്ങൾ പറയുന്നത് ഈ ജനങ്ങൾക്കുണ്ടായ ആശങ്ക പരിഹരിക്കണം. അതായത് ഏത് സർവേ റിപ്പോർട്ടാണെങ്കിലും ആ റിപ്പോർട്ട് പുറത്തു വിട്ടുകൊണ്ട് ജനങ്ങളുടെ ആശങ്ക പരിഹരിക്കാനുള്ള നടപടികൾ ഗവൺമെന്റ് ഭാഗത്തുനിന്നുണ്ടാകും. വീട് നഷ്ടപ്പെട്ട ആളുകൾ പല സന്നദ്ധ സംഘടനകൾ മുഖേന വീടുകൾ നിർമ്മിച്ച് നൽകുന്നത് നിന്നിട്ടാണുള്ളത്. അതുപോലെ തന്നെ റോഡുകളുടെ പണികൾ ഒരു നിർമ്മാണ പ്രവർത്തനം ഇപ്പോൾ നടക്കാത്ത അവസ്ഥയിലാണുള്ളത്. അതിനാൽ ഈ ഉത്തരവ് പുനഃപരിശോധിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. ഞാൻ ആ വീട്ടിൽ താമസിക്കുന്നത് ഉള്ളു പൊട്ടി ഞങ്ങൾ പെരയ്ക്കകത്ത് എല്ലാം വെള്ളം കയറി ഞങ്ങൾക്ക് താമസ സൗകര്യമില്ല. ഞങ്ങൾ ഏറ്റവും സുരക്ഷിതമായ സ്ഥലത്താണ് ഞങ്ങൾ ഇവിടെ പെര വയ്ക്കാൻ നോക്കിയിരുന്നുണ്ട്. 10-40 രൂപ മുടക്കി ലോൺ എടുത്തിട്ടെല്ലാം മുടക്കി ഇത്ര ആയി കഴിഞ്ഞപ്പോഴത്തേക്കും നിർമ്മാണ പ്രവർത്തനം നിർത്തിവെക്കാൻ പറഞ്ഞാൽ ഞങ്ങൾക്ക് ഇനി വേറെ സ്ഥലത്ത് പോയി വീട് വയ്ക്കാൻ ഞങ്ങൾക്ക് പറ്റിയല്ല. ഞങ്ങൾക്ക് അതിനുള്ള സാമ്പത്തിക ശേഷിയില്ല. ഞങ്ങളിവിടെ വീട് വയ്ക്കാൻ അനുവദിക്കണം. വലിയ വിഷമത്തിലാണ് ഞങ്ങൾ ഈ മഴക്കാലത്ത് ഞങ്ങൾ ഇവിടെ നിന്ന് എല്ലാം ചെയ്യും. ഞങ്ങൾ എങ്ങോട്ട് പോകും, ഞങ്ങൾക്കൊരു പിടുത്തവുമില്ല. പിന്നെ അതുകൊണ്ട് ഞങ്ങൾക്ക് എത്രയും പെട്ടെന്ന് ഈ കളറുടെ ഈ പരിപാടി ഒന്ന് പിന്നെ മാറ്റി തരണമെന്ന് ഞങ്ങൾ ആവശ്യിക്കുന്നുണ്ട്. അടുത്ത റിപ്പോർട്ടിലേക്ക് കടക്കുന്നതിന് മുമ്പ് കമന്റ് ബോക്സിലേക്ക് ഒന്ന് പോയാൽ ഒരുപാട് പ്രേക്ഷകർ വിവിധ വാർത്തകളുമായി ബന്ധപ്പെട്ടുള്ള അവരുടെ പ്രതികരണങ്ങൾ അറിയിക്കുന്നുണ്ട്. അതിൽ തന്നെ ഒരുപാട് പ്രേക്ഷകർ ചൂണ്ടിക്കാട്ടുന്നത് CPO ഉദ്യോഗാർത്ഥികളുടെ സമരവുമായി ബന്ധപ്പെട്ടുള്ള വിഷയമാണ്. ഉദ്യോഗാർത്ഥികളുടെ പ്രതികരണം വല്ലാതെ വേദനിപ്പിച്ചു എന്ന് ഒരുപാട് പ്രേക്ഷകർ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. അതുപോലെ SKN നയിക്കുന്ന ലഹരി വിരുദ്ധ യാത്ര, അതിന് യാത്രയുടെ പര്യടനത്തിന് ഇന്ന് സമാപനമാകാൻ പോകുന്നു. സമാപന സമ്മേളനം നാളെ കോഴിക്കോട്ട് നടക്കാൻ പോകുന്നു. അതിന് ആശംസകൾ നേരുന്നുണ്ട് ഒരുപാട് പേർ. ആ പരിപാടിയുടെ ഭാഗമാകും എന്ന് പറയുന്നുണ്ട്. ആ യാത്രയ്ക്ക് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ടുള്ള പ്രതികരണങ്ങൾ അറിയിക്കുന്ന ഒരുപാട് പേരെയും കമന്റ് ബോക്സിൽ കാണാൻ കഴിയുന്നുണ്ട്. സമയത്തിനനുസരിച്ച് നിങ്ങളുടെ പ്രതികരണങ്ങൾ പ്രേക്ഷകർക്ക് മുമ്പിലേക്ക് എത്തിക്കുകയും ചെയ്യാം. അടുത്ത റിപ്പോർട്ടിലേക്ക് കടക്കാനുള്ള സമയമായിരിക്കുന്നു. സാധാരണക്കാരായ ജനങ്ങൾ അവശ്യ സാധനങ്ങൾക്കായി ആശ്രയിക്കുന്നത് സപ്ലൈകോയെയാണ്. എന്നാൽ കൊല്ലത്ത് തീപിടുത്തത്തെ തുടർന്ന് സപ്ലൈകോ ഗോഡൌൺ അടച്ചിട്ടിട്ട് 1 മാസമായി. എന്തുകൊണ്ട് തുറക്കുന്നില്ല എന്ന ചോദ്യത്തിന് ഉദ്യോഗസ്ഥർക്ക് മറുപടിയുമില്ല. സാധനങ്ങളുടെ വിലവർദ്ധനവിൽ നട്ടം തിരിയുകയാണ് ജനം. മാർച്ച് 7 പുലർച്ചെയാണ് കൊല്ലം മോച്ചറയിലെ സപ്ലൈകോ ഗോഡൌണിന് തീപിടുത്തമുണ്ടാകുന്നത്. സംഭവം കഴിഞ്ഞ 1 മാസം പിന്നിട്ടിട്ടും ഗോഡൌൺ തുറന്നു പ്രവർത്തിപ്പിക്കാൻ ഉദ്യോഗസ്ഥർ കൂട്ടാക്കിയില്ല. ഇതിന്റെ ദുരിതം അനുഭവിക്കുന്നത് ഈ നാട്ടിലെ വലിയൊരു ജനവിഭാഗമാണ്. ഓച്ചിറയിലെ ഈ സപ്ലൈകോ ഗോഡൌൺ കൊല്ലത്തെ തന്നെ ഏറ്റവും അധികം വരുമാനമുള്ള സ്ഥാപനങ്ങളിലൊന്നായിരുന്നു. 1 മാസം മുമ്പാണ് സപ്ലൈകോയുടെ ഈ ഗോഡൌണിന് തീപിടിച്ചത്. എന്നാൽ തീപിടുത്തമുണ്ടായി മാസം 1 കഴിഞ്ഞിട്ടും ഗോഡൌൺ തുറന്നില്ല. എന്തുകൊണ്ട് എന്ന ചോദ്യത്തിന് ഉദ്യോഗസ്ഥർക്കും ഉത്തരമില്ല. കേരള സർക്കാരിന്റെ സ്ഥാപനമായിരിക്കുന്ന അതും ഈ സാധാരണക്കാരന്റെ അവന്റെ ഏറ്റവും നിത്യ ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കപ്പെടുന്ന ഒരു സ്ഥാപനം എന്ന നിലയിൽ ഇത് അടഞ്ഞു കിടന്നു കഴിഞ്ഞാൽ സമൂഹത്തിന് എത്രമാത്രം ദോഷമാണെന്നുള്ളത് ചിന്തിച്ചുകൊണ്ട് എത്രയും വേഗം ഇത് തുറന്ന് പ്രവർത്തിക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കണമെന്നുള്ളതാണ്. അവശ്യ സാധനങ്ങളുടെ വില കുതിച്ചു കയറുന്നതിനിടെ വലഞ്ഞത് ജനമാണ്. സാധാരണ മാർക്കറ്റുകളിൽ നിന്ന് നല്ല എമൗണ്ടിൽ നമുക്ക് അത് വാങ്ങാൻ പറ്റുന്നില്ല. പറ്റാത്തൊരു സാഹചര്യമാണ്. നല്ല മറ്റുള്ള ഷോപ്പുകളിലൊക്കെ നല്ല വില കൂടിയ സാധനങ്ങളൊക്കെ കിട്ടും. നമുക്ക് കുറച്ച് ഇച്ചിരി ഒന്ന് റേറ്റ് കുറച്ച് അത്യാവശ്യം വീട്ടിലൊക്കെ വേണ്ട സാധനങ്ങളൊക്കെ വാങ്ങിക്കൊണ്ടിരുന്നതാണ്. ഇപ്പൊ അത് പൂട്ടിക്കിടക്കുന്നുണ്ട്, പറ്റുന്നില്ല. എത്രയും പെട്ടെന്ന് അത് തുറന്ന് പ്രവർത്തിക്കണമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. വിലവർദ്ധനയുടെ കാലത്ത് ജനങ്ങൾക്ക് ആശ്രയമാകേണ്ട കേന്ദ്രങ്ങൾ അടച്ചിടുന്നത് എന്തിനാണെന്നാണ് ഈ നാട്ടുകാർ ചോദിക്കുന്നത്. സാധാരണക്കാരന് ആശ്രയമാകേണ്ട ഒരു സ്ഥാപനം താഴിട്ടു പൂട്ടിയിട്ട് 1 മാസമാകുന്നു. തീപിടുത്തമെന്ന ഒരു കാരണം മാത്രമാണ് ഇതിന് ഉദ്യോഗസ്ഥർ ചൂണ്ടിക്കാട്ടുന്നത്. സാധാരണക്കാരനെ പട്ടിണിയിലാക്കിയിട്ട് എന്തിനാണ് ഈ സ്ഥാപനം ഇങ്ങനെ അടച്ചു പൂട്ടിയിരിക്കുന്നത്? പ്രശ്നത്തിന് പരിഹാരമുണ്ടായേ മതിയാവും. ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ ഇക്കാര്യത്തിൽ അടിയന്തര നടപടി സ്വീകരിക്കുക കൂടി വേണം. കൊല്ലത്തുനിന്ന് ക്യാമറാമാൻ അരുൺ സാറിനൊപ്പം അരുൺ രാജ്, 24. പൊതുജനം കഴുതയല്ല സാർ. ആ റിപ്പോർട്ടിൽ സൂചിപ്പിച്ചതുപോലെ സാധാരണക്കാരന്റെ ആശ്രയ കേന്ദ്രമാണ്. ഒരു ദിവസം പോലും ആ സ്ഥാപനം അടഞ്ഞുകിടക്കാൻ പാടുള്ളതല്ല. അവിടെ തീപിടുത്തമുണ്ടായി എന്നുള്ളത് ശരിയാണ്. അതിനുശേഷം ഏതാണ്ട് 30 ദിവസത്തിലധികമായി ആ സ്ഥാപനം അടഞ്ഞുകിടക്കുകയാണ്. സാധാരണക്കാരാണ് വലയുന്നത് എന്ന കാര്യം അധികൃതരുടെ ശ്രദ്ധയിലേക്ക് ഒരിക്കൽ കൂടി പെടുത്തുകയാണ്. ബന്ധപ്പെട്ടവരുടെ ഭാഗത്തു നിന്നുള്ള ഇടപെടൽ ഈ വിഷയത്തിൽ ഉണ്ടാകും എന്ന പ്രതീക്ഷയോടുകൂടി ചില പ്രതികരണങ്ങളിലേക്ക് കൂടി നമ്മൾ കടക്കുന്നു. കാണാം പ്രതികരണങ്ങൾ. ഇത് റംലാൻ പ്രമാണിച്ചുള്ള സബ്സിഡി സാധനങ്ങളൊന്നും നമുക്ക് കിട്ടിയില്ല തുറക്കാത്തത് കൊണ്ട്. വിഷുവിനും ഉണ്ടായിരുന്നു, അതൊന്നും നമുക്ക് ലഭിച്ചില്ല ഇത് തുറക്കാത്തത് കൊണ്ട്. സാധാരണക്കാർക്ക്
സബ്സിഡി സാധനങ്ങളും അതോടൊപ്പം മറ്റ് സാധനങ്ങളും കിട്ടുന്ന ഒരു ബ്രാഞ്ച് ആയിരുന്നു, നല്ലപോലെ പോയിക്കൊണ്ടിരുന്നത്. ഈ ഒരു കാരണം കൊണ്ട് ഇപ്പോൾ അടച്ചുപൂട്ടി. സാധാരണപ്പെട്ടവന് യാതൊരു ഉപയോഗമില്ലാത്ത രീതിയിലേക്ക് ഈ സ്ഥാപനം മുന്നോട്ട് കടന്നുപോവുകയാണ്. ഒട്ടനവധി കാലമായി സബ്സിഡി ഇനങ്ങളിലുള്ള ഒരു ഉൽപ്പന്നങ്ങളും കിട്ടാത്ത രീതിയിലേക്ക് വാടക കൊടുത്തും മറ്റ് നഷ്ടങ്ങൾ സൃഷ്ടിച്ചുകൊണ്ട് നമ്മുടെ സാധാരണപ്പെട്ട നികുതി പണം ഉപയോഗിച്ചുകൊണ്ട് നഷ്ടപ്പെടുത്തിക്കൊണ്ട് മുന്നോട്ട് പോകുന്ന സാഹചര്യമാണ് ഉണ്ടാകുന്നത്. മാവേലി സ്റ്റോർ പൂട്ടിക്കിടക്കുന്നതിൽ വളരെ ദുഃഖമുണ്ട്. കാരണം ഞങ്ങൾ സ്ഥിരമായിട്ട് സാധനങ്ങൾ വാങ്ങിച്ചുപയോഗിക്കുന്ന ഒരു കടയാണ്. പിന്നെ അതിന് ഇതിപ്പോൾ ഒരു മാസത്തിൽ കൂടുതലായി ഇത് അടഞ്ഞു കിടന്നിട്ട് അതിൻ്റെതായ ബുദ്ധിമുട്ടും പ്രയാസവും ഞങ്ങൾ എല്ലാ കസ്റ്റമറും അനുഭവിക്കുന്നുണ്ട്. എത്രയും പെട്ടെന്ന് തുറന്ന് പ്രവർത്തിച്ചു കഴിഞ്ഞാൽ വളരെ ഉപകാരപ്രദമാണ്. ജനോപകാരപ്രദമായ ഇത്തരം സ്ഥാപനങ്ങൾ അടച്ചിടുന്നതിൽ അർത്ഥമില്ലെന്നുള്ളതാണ് പറയാനുള്ളത്. ഞങ്ങൾ സ്ഥിരമായിട്ട് ഇവിടെ നിന്ന് സാധനം മേടിക്കുന്ന ആൾക്കാരാണ്. സ്വാഭാവികമായിട്ട് ഇങ്ങനെയുള്ളൊരു സ്ഥാപനം അടച്ചിടുന്നത് ഒരിക്കലും അല്ലെന്നുള്ളതാണ് പറയാനുള്ളത്. ആരിഫ് കളത്തൂർ എന്നൊരു പ്രേക്ഷകൻ കമന്റ് ബോക്സിൽ ചൂണ്ടിക്കാട്ടുന്നത് സംസ്ഥാനത്ത് സ്വകാര്യ ബസ്സുകളുടെ അമിത വേഗത, അതിനെ തുടർന്നുണ്ടാകുന്ന അപകടങ്ങളുടെ എണ്ണം അല്പം കുറഞ്ഞിരുന്നു. വലിയ രീതിയിൽ അത് കൂടുകയും പിന്നീട് ചില ഇടപെടലുകൾ ഉണ്ടാവുകയും അതിനുശേഷം അതിൽ ചില കുറവ് വരികയും ഒക്കെ ചെയ്തിരുന്നു. ഇപ്പോൾ വീണ്ടും നമ്മുടെ നിരത്തുകളിൽ മരണപ്പാച്ചിലാണ് സ്വകാര്യ ബസ്സുകളുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. 24-ന്റെ ഭാഗത്തു നിന്ന് ഒരു ഇനീഷ്യേറ്റീവ് അതിന് ഉണ്ടാകണം, ഒരു ഇടപെടൽ അതിലുണ്ടാകണം, അധികൃതരുടെ ശ്രദ്ധയിലേക്ക് അത് പെടുത്തണം എന്നുള്ള കാര്യം ആരിഫ് കളത്തൂർ എന്ന് പറയുന്ന പ്രേക്ഷകൻ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. ഉറപ്പായും നമുക്കത് പരിശോധിക്കാവുന്നതാണ്. അത് സംബന്ധിച്ചുള്ള വാർത്തകൾ നൽകാവുന്നതുമാണ്. പത്തനംതിട്ട കോന്നി ആനക്കൂട്ടിൽ കോൺക്രീറ്റ് തൂൺ മറിഞ്ഞു വീണ് 4 വയസ്സുകാരൻ മരിച്ചത് ഇന്നലെയാണ്. പിന്നാലെ വനംവകുപ്പിന് ഗുരുതര വീഴ്ചയുണ്ടായി എന്ന ആക്ഷേപം ഉയർന്നിരുന്നു. സംഭവത്തിൽ വകുപ്പ് തല നടപടിയുമായി വനംവകുപ്പ് എത്തിയിട്ടുണ്ട്. ഇക്കോ ടൂറിസം കേന്ദ്രത്തിന്റെ ചുമതലയുള്ള സെക്ഷൻ ഓഫീസർ ആർ അനിൽകുമാർ ഉൾപ്പെടെ 5 പേരെ സസ്പെൻഡ് ചെയ്തു. DFO, റേഞ്ച് ഓഫീസർ എന്നിവരെ സ്ഥലം മാറ്റും. AV ജയശങ്കർ വിവരങ്ങളുമായി ചേരുന്നുണ്ട് പത്തനംതിട്ടയിൽ നിന്ന്. ജയശങ്കർ, ഇതിലൊരു അനാസ്ഥയുണ്ടായിട്ടുണ്ട്. ഇതിന്റെ ബലപരിശോധനയുടെ കാര്യത്തിൽ ഉദ്യോഗസ്ഥർക്ക് വീഴ്ച വന്നു എന്ന വിമർശനം അന്വേഷണ റിപ്പോർട്ടിലടക്കം ഇടം പിടിക്കുന്നുണ്ട്. അതിനിടയിൽ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി വരുന്നു. വിശദമായ വിവരങ്ങൾ എന്താണ് ജയശങ്കർ? ആനക്കൂട്ടിൽ 4 വയസ്സുകാരന്റെ മരണവുമായി ബന്ധപ്പെട്ട കർശന നടപടികളാണ് വനംവകുപ്പ് സ്വീകരിക്കുന്നത്. സെഷൻ ഫോറസ്റ്റ് ഓഫീസർ സസ്പെൻഡ് ചെയ്തു. ആർ അനിൽകുമാറിനെയാണ് ദക്ഷിണ മേഖല CCF ആർ കമൽഹാർ സസ്പെൻഡ് ചെയ്തത്. ഒപ്പം മറ്റ് 4 ഉദ്യോഗസ്ഥർക്കും സസ്പെൻഷനുണ്ട്. സലീം, സനീഷ, സജിനി, സുമയ്യ ഷാജി എന്നീ ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർമാരെ സസ്പെൻഡ് ചെയ്തു. ഈ ഉദ്യോഗസ്ഥർക്ക് ഗുരുതര വീഴ്ച സംഭവിച്ചു എന്നാണ് ഈ വനംവകുപ്പ് നടത്തിയ അന്വേഷണത്തിൽ കണ്ടെത്തിയത്. അതായത് ഇക്കോ ടൂറിസം നടത്തിപ്പ് കേന്ദ്രത്തിൻ്റെ ഈ ജീവനക്കാർ ഈ സുരക്ഷാപരമായ കാര്യങ്ങളിൽ ഒരു പരിശോധന നടത്തിയില്ല. ഒപ്പം തന്നെ ഈ കോൺക്രീറ്റ് തൂണുകളുടെ സുരക്ഷ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇവർ പരിശോധിച്ചില്ല. ബലക്ഷയം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കണ്ടെത്താൻ ഇവർക്ക് സാധിച്ചില്ല എന്നാണ് ഇത്തരത്തിൽ നടത്തിയ പരിശോധനയിൽ എന്തായാലും നിലവിൽ മനസ്സിലാക്കിയിരിക്കുന്നത്. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് അടിയന്തരമായി ഇത്തരത്തിൽ ഈ ഉദ്യോഗസ്ഥർക്കെതിരെ 5 ഉദ്യോഗസ്ഥർക്കെതിരെ വകുപ്പ് തല നടപടി സ്വീകരിച്ചിരിക്കുന്നത്. ഒപ്പം തന്നെ ഈ കോന്നി DFOയും കോന്നി RFOയും അച്ചടക്ക നടപടികളുടെ ഭാഗമായി സ്ഥലം മാറ്റും. ഇവരുടെ സ്ഥലം മാറ്റ ഉത്തരവ് വരും മണിക്കൂറുകളിൽ തന്നെ ഇറങ്ങുമെന്നാണ് മനസ്സിലാക്കുന്നത്. ഈ RFOയും DFOയും ഈ കോന്നി എക്കോ ടൂറിസം കേന്ദ്രവുമായി ബന്ധപ്പെട്ട് നിരീക്ഷണം നടത്തേണ്ട ഉദ്യോഗസ്ഥരായിരുന്നു. ഇവരുടെ ഭാഗത്ത് നിന്ന് ഇത്തരത്തിൽ ഈ സുരക്ഷാ വീഴ്ച സംബന്ധിച്ച് ഒപ്പം തന്നെ ഇവരുടെ ഈ സംവിധാനങ്ങൾ സംബന്ധിച്ച് ഈ എക്കോ ടൂറിസം കേന്ദ്രത്തിലെ സംവിധാനം സംബന്ധിച്ചുള്ള പരിശോധനകൾ ഇവരുടെ ഭാഗത്ത് നിന്ന് നിരീക്ഷണം ഉണ്ടായില്ല. ഒരു മേലുദ്യോഗസ്ഥർ എന്നുള്ള രീതിയിൽ ഇവരുടെ ഭാഗത്ത് വീഴ്ച സംഭവിച്ചുവെന്നും ഈ റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. ഈ 4 വയസ്സുകാരൻ കഴിഞ്ഞ ദിവസം 12 മണിയോടുകൂടിയാണ് ഇത്തരത്തിൽ കോൺക്രീറ്റ് തൂണ് മറിഞ്ഞുകൊണ്ട് മരണപ്പെടുന്നത്. ഈ സംഭവവുമായി ബന്ധപ്പെട്ട് വലിയ വ്യാപക പ്രതിഷേധമുണ്ടായിരുന്നു. കോന്നി MLA ജനീഷ് കുമാർ ഉൾപ്പെടെയുള്ള ആളുകൾ ഈ വിഷയത്തിൽ വനം വകുപ്പ് ഉദ്യോഗസ്ഥരെ പഴിച്ചുകൊണ്ട് രംഗത്ത് വന്നിരുന്നു. അങ്ങനെ ഒരു നിവർത്തിയുമില്ലാതെ പ്രത്യക്ഷമായി തന്നെ വീഴ്ച കണ്ടെത്തിയ സാഹചര്യത്തിലാണ് ഇത്തരത്തിൽ 5 ഉദ്യോഗസ്ഥർക്കെതിരെ സെക്ഷൻ ഫോറസ്റ്റ് ഓഫീസർ ഉൾപ്പെടെ 5 ഉദ്യോഗസ്ഥർക്കെതിരെ വകുപ്പ് തല നടപടി സ്വീകരിച്ചിരിക്കുന്നത്. ഇവർ 5 പേരെയും സസ്പെൻഡ് ചെയ്തു. ഒപ്പം തന്നെ DFOയെയും RFOയെയും മറ്റൊരു സ്ഥലത്തേക്ക് സ്ഥലം മാറ്റും. ഈ സ്ഥലം മാറ്റ ഉത്തരവ് വരും മണിക്കൂറുകളിൽ തന്നെ ഇറങ്ങും. എന്തായാലും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് കർശനമായ നടപടി വനം വകുപ്പ് എടുത്തിട്ടുണ്ട്. സമാനമായ രീതിയിലുള്ള പ്രശ്നങ്ങൾ ഇത്തരത്തിൽ ഇക്കോ ടൂറിസം കേന്ദ്രങ്ങളിൽ ഉണ്ടാകാതിരിക്കാനുള്ള നിർദ്ദേശവും വനം മന്ത്രിയുടെ ഓഫീസ് തന്നെ നേരിട്ട് നൽകിയെന്നാണ് മനസ്സിലാക്കുന്നത്. അങ്ങനെ കർശന നടപടി വനം വകുപ്പ് സ്വീകരിക്കുന്നു. ഈ 4 വയസ്സുകാരൻ്റെ സംസ്കാര ചടങ്ങുകൾ നാളെ വിട്ടുവളപ്പിൽ നടക്കും. പിതാവ് ഉൾപ്പെടെ ഇന്ന് വിദേശത്ത് നിന്ന് നാട്ടിലെത്തിയിട്ടുണ്ട്. അങ്ങനെ സംസ്കാര ചടങ്ങുകൾ നടക്കുന്നു. വലിയ ദാരുണമായൊരു സംഭവത്തിലാണ് ഇപ്പോൾ കർശന നടപടി വനം വകുപ്പ് എടുത്തിരിക്കുന്നത്. 4 മണിക്കൂറോളം മുമ്പാണ് ഇത്തരത്തിൽ ഇതുമായി ബന്ധപ്പെട്ട ഉത്തരവ് ഇറങ്ങിയത്. ഇന്ന് കോന്നിയുടെ ചുമതലയുള്ള റാന്നി DFO ഇതുമായി ബന്ധപ്പെട്ട് റിപ്പോർട്ട് നൽകി. ഉടൻ തന്നെയാണ് CCF ഇതുമായി ബന്ധപ്പെട്ട അന്തിമ ഉത്തരവ് പുറത്തിറക്കിയത്. എല്ലാ നീക്കങ്ങളും വളരെ പെട്ടെന്നായിരുന്നു. അത്രമാത്രം പ്രാഥമിക അന്വേഷണം തന്നെ വീഴ്ച കണ്ടെത്തിയ സാഹചര്യത്തിലാണ് വനംവകുപ്പിന്റെ അടിയന്തര നടപടി. റിജിത്ത്.
ശരി, എ വി ജയശങ്കർ പത്തനംതിട്ടയിൽ നിന്ന് വിശദാംശങ്ങൾ നൽകുകയായിരുന്നു. ഉദ്യോഗസ്ഥർ അവരുടെ ഉത്തരവാദിത്വം മറക്കുമ്പോൾ സംഭവിക്കുന്നത് എന്താണ്? ഒരു 4 വയസ്സുകാരൻ, ഒരു പാവം 4 വയസ്സുകാരന് ഫോട്ടോ എടുക്കാൻ നിന്നൊരു 4 വയസ്സുകാരനാണ് ജീവൻ നഷ്ടമാവുന്നത്. സങ്കടകരമാണ്, പ്രതിഷേധാർഹമാണ്. എ വി ജയശങ്കർ വിശദാംശങ്ങൾ നൽകുകയായിരുന്നു. പൊതുജനം കഴുതിയല്ല സാർ എന്ന പരിപാടിയിലേക്ക് വീണ്ടും. തിരുവനന്തപുരം കിളിമാനൂരിൽ അമ്മ മക്കളെ ചട്ടുകം വെച്ച് പൊള്ളിച്ചു. 6ഉം 8ഉം വയസ്സുള്ള പെൺകുട്ടികൾക്കാണ് പൊള്ളലേറ്റത്. മാതാവിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. മേഘന മുരളി വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ചേരുകയാണ്. മേഘന, എന്തിനാണ് ഇങ്ങനെ ചെയ്തത്? ഇത് പുറത്തറിയുന്നത് എങ്ങനെയാണ് മേഘന? കിളിമാനൂരിൽ ഇന്ന് ഉച്ചയോടുകൂടിയാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. ഇത് അമ്മയുടെ ഒരു മൊഴി എന്ന് പറയുന്നത്, അമ്മ ഇപ്പോൾ കിളിമാനൂർ പോലീസിന്റെ കസ്റ്റഡിയിലാണ്. അമ്മ പറയുന്നത് മക്കളുടെ വികൃതി സഹിക്കാൻ വയ്യാതെ ഇത്തരത്തിൽ ഒരു ചട്ടുകം പൊള്ളിക്കുന്നതിലേക്ക് പോയി എന്നുള്ളതാണ്. പക്ഷേ നമ്മൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ അതിക്രൂരമായി തന്നെ 2 പെൺമക്കളുടെ ശരീരഭാഗത്ത് ചട്ടുകം വെച്ച് പൊള്ളിക്കുകയും അവർക്ക് നല്ല രീതിയിൽ തന്നെ പൊള്ളലേക്കുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായിട്ടുണ്ട്. അമ്മ ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിലാണ്. അതിൽ ഈ ഒരു സംഭവം പുറത്തറിയുന്നത് സ്കൂൾ അധികൃതർക്ക് 8ഉം 6ഉം വയസ്സുള്ള മക്കൾക്കാണ് പൊള്ളലേറ്റിരിക്കുന്നത്. അതായത് LKGയിലും 1ാം ക്ലാസ്സിലും പഠിക്കുന്ന മക്കളാണ്. അവരുടെ ഈ ചിത്രം സ്കൂൾ അധികൃതർക്ക് ലഭിക്കാനിടയായതോടുകൂടിയാണ് ഇത് സംഭവം പുറത്തറിയുകയും മറ്റ് സ്ഥലത്ത് ജോലി ചെയ്യുന്ന പിതാവടക്കം വിവരം അറിയുകയും ചെയ്യുന്നത്. അതിനുശേഷം കിളിമാനൂർ പോലീസിൽ സ്കൂൾ അധികൃതരാണ് വിവരം അറിയിക്കുന്നത്. അങ്ങനെയാണ് മാതാവിനെ പോലീസ് കസ്റ്റഡിയിലെടുക്കുന്നത്. ഇതിൽ ഇപ്പോൾ കിളിമാനൂർ പോലീസിന്റെ അന്വേഷണം എന്ന് പറയുന്നത് മുന്നേയും ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതായത് ഈ ചട്ടുകം പൊള്ളിക്കുന്നത് പോലുള്ള അതിക്രൂരമായിട്ടുള്ള സംഭവങ്ങൾ മുന്നേയും ഈ കുട്ടികൾക്ക് നേരെ മാതാവ് നടത്തിയിട്ടുണ്ടോ എന്നുള്ള കാര്യങ്ങളടക്കം പോലീസ് അന്വേഷിക്കുന്നുണ്ട്. അന്വേഷണ വിധേയമായി ഇപ്പോൾ കസ്റ്റഡിയിലാണ്. പക്ഷേ ഇതുവരെ കേസെടുത്തിട്ടില്ല, മാതാവിനെതിരെ കേസെടുത്തിട്ടില്ല എന്നുള്ളതാണ് അറിയാൻ സാധിക്കുന്നത്. എന്തായാലും അതിക്രൂരമായി തന്നെ അവരുടെ പെൺമക്കളുടെ ശരീരത്തിൽ പൊള്ളലേറ്റിട്ടുണ്ട്. അതിൽ കൂടുതൽ അന്വേഷണം നടക്കുന്നു. കൂടാതെ ഈ മക്കൾ ഇപ്പോൾ ആശുപത്രിയിൽ ചികിത്സയിലാണ്. ഇപ്പോൾ പിതാവിന്റെ അടക്കം മൊഴി രേഖപ്പെടുത്തിക്കൊണ്ട് വീട്ടിലെ വാടക വീട്ടിലാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. സംഭവം നടക്കുമ്പോൾ മുത്തശ്ശിയും മാതാവും മാത്രമായിരുന്നു വീട്ടിലുണ്ടായിരുന്നത്. ഇവർക്ക് മുന്നേയും ഇത്തരം സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടോ എന്നുള്ള കാര്യങ്ങൾ മേഘന മുരളി തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകുകയായിരുന്നു. എന്തായാലും മാതാവിനെ ഇപ്പോൾ കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. സ്കൂൾ അധികൃതർ ഈ വിവരം അറിയുന്നതോടുകൂടിയാണ് സംഭവം പുറത്തേക്ക് അറിയുന്നത്. പിന്നീട് പോലീസിന്റെ ഇടപെടലൊക്കെ ഉണ്ടാവുന്നത്. മേഘന മുരളി വിശദാംശങ്ങൾ നൽകുകയായിരുന്നു. സ്റ്റേഷൻ ജാമ്യത്തിലിറങ്ങിയ നടൻ ഷൈൻ ടോം ചാക്കോയോട് മറ്റന്നാൾ വീണ്ടും ഹാജരാകണമെന്ന് പോലീസ്. ഷൈൻ ടോം ചാക്കോയെ സ്റ്റേഷൻ ജാമ്യത്തിൽ വിട്ടയച്ചിരുന്നു. കൂട്ടുപ്രതി അഹമ്മദ് മുർഷിദിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തി 2 പ്രതികളെയും ഒന്നിച്ചിരുത്തി ചോദ്യം ചെയ്തു. സൂത്രവാക്യം സിനിമയുടെ ലൊക്കേഷനിൽ വെച്ച് വിൻസി അലോഷ്യസ് ഷൈൻ ടോം ചാക്കോയ്ക്കെതിരെ പരാതി നൽകിയിട്ടില്ല എന്ന് അണിയറ പ്രവർത്തകർ. സെറ്റിൽ ഷൈൻ സൂപ്പറായിരുന്നുവെന്നും ഒരു ബുദ്ധിമുട്ടും ഉണ്ടാക്കിയിട്ടില്ല എന്നും സംവിധായകൻ പറഞ്ഞു. I came to know even the next day, not on the same day also, because I'm not following the news here, and so I came to know the next day. And then it was like shocking to me. Like, then I asked our ICC team and all people to take the complaint, and immediately we have taken the complaint. And the even film chamber is involved right now, so they will be having a meeting on 21st. And again, I'm clearly mentioning not only about Vinci or anyone else here, anyone on the set who have faced the issue. That will be discussed on 21st, not only with a specific person, with anyone on the set. റാഫി കരീം വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്ന് ചേരുന്നുണ്ട്. റാഫി, ഹോട്ടലിൽ നിന്ന് ഇറങ്ങിയോട് ഇതുമായി ബന്ധപ്പെട്ടാണെങ്കിൽ നിലവിൽ നിസ്സാര വകുപ്പുകളാണെങ്കിലും വരും ദിവസങ്ങളിൽ അത്ര എളുപ്പമാവില്ല കാര്യങ്ങൾ എന്നുള്ളതാണ് ലഭ്യമാകുന്ന സൂചനകൾ. വീണ്ടും ചോദ്യം ചെയ്യലിന് ഹാജരാകണം. നിലവിൽ ഒരു ഫോണിൽ നിന്നുള്ള വിവരങ്ങൾ മാത്രമാണ് ശേഖരിച്ചിട്ടുള്ളത്. കൂടുതൽ വിവരങ്ങൾ ശേഖരിക്കാൻ അന്വേഷണ സംഘം തയ്യാറെടുക്കുന്നുണ്ട്. ഈ രാസപരിശോധനയുടെ ഫലം അത് എപ്പോഴേക്ക് പുറത്തുവരും? മറ്റൊന്ന് ഈ വിൻസിയുടെ പരാതിയാണ്. അതുമായി ബന്ധപ്പെട്ട് ആ ചിത്രത്തിന്റെ സംവിധായകൻ പ്രതികരിക്കുന്നു. അദ്ദേഹം കൂടുതലായി വിശദീകരിച്ചത് എന്താണ് റാഫി? വിൻസിയുടെ പരാതിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് സൂത്രവാക്യം എന്ന സിനിമയിലെ സംവിധായകനും നിർമ്മാതാവും ഒപ്പം തന്നെ അണിയറ പ്രവർത്തകരുമായിരുന്നു മാധ്യമങ്ങളോട് ഇതിനുമായി ബന്ധപ്പെട്ടുള്ള വിശദീകരണം നൽകിയത്. ഇതിൽ പ്രധാനമായി ഇവർ പറയുന്നത് ഈ ലൊക്കേഷനിൽ വെച്ച് ഷൈനെ കൊണ്ട് ഒരു തരത്തിലുമുള്ള ബുദ്ധിമുട്ട് ആ സിനിമയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ച അണിയറ പ്രവർത്തകർക്കോ മറ്റു നടന്മാർക്കോ ഉള്ളതായി ഒരു പരാതിയും ലഭിച്ചിട്ടില്ല എന്നുള്ളതാണ്. ഈ സിനിമാ ചിത്രീകരണം തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ഇതുമായി ബന്ധപ്പെട്ട ICC രൂപീകരിച്ചിരുന്നു. അതിനുശേഷമാണ് 45 ദിവസം നീണ്ടു നിൽക്കുന്ന ചിത്രീകരണം ആരംഭിച്ചത്. ഈ 45 ദിവസവും
ഷൈൻ ഒരു തരത്തിലുമുള്ള ബുദ്ധിമുട്ട് ഈ സിനിമയുമായി ബന്ധപ്പെട്ട് സംവിധായകനോ അല്ലെങ്കിൽ നിർമ്മാതാവിനോ മറ്റ് അണിയറ പ്രവർത്തകർക്കോ ഉണ്ടാക്കിയിട്ടില്ല എന്നാണ് പറയുന്നത്. 45 ദിവസത്തിൽ 27 ദിവസവും ഷൈൻ അവിടെ ലൊക്കേഷനിൽ ഷൂട്ടിങ്ങിനുണ്ടായിരുന്നു. അത്ര തന്നെ ദിവസം വിൻസിയും ഇതുമായി ബന്ധപ്പെട്ട് ഷൂട്ടിങ്ങിനുണ്ടായിരുന്നു. ഈ ഷൂട്ടിംഗ് വേളയിലൊന്നും തന്നെ ഒരു തരത്തിലുള്ള ലഹരി ഉപയോഗിച്ചതായും അവർക്കറിയില്ല, അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ ബുദ്ധിമുട്ടുണ്ടതായി വിൻസി പരാതി നൽകിയിട്ടില്ല, മറ്റു താരങ്ങളും പരാതി പറഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ഇവർ പറയുന്നത്. ഒപ്പം നിലവിൽ ഈ വിവാദവുമായി ബന്ധപ്പെട്ടുകൊണ്ട് വിൻസിക്ക് പൂർണ്ണ പിന്തുണ നൽകുന്നുവെന്ന് സംവിധായകനും നിർമ്മാതാവും പറയുന്നു. ഇതുമായി ബന്ധപ്പെട്ടുള്ള ICC നടപടികൾ വരും ദിവസങ്ങളിൽ മുന്നോട്ട് പോകും. 21-ാം തീയതി തിങ്കളാഴ്ച ഇതുമായി ബന്ധപ്പെട്ട് ICC യോഗം ചേർന്ന് തുടർ നടപടികൾ എടുക്കും എന്നുള്ളതാണ് പറയുന്നത്. ഒപ്പം തന്നെ സുഭാഷ് പോണോളി 24-ലൂടെ നടത്തിയൊരു വെളിപ്പെടുത്തലുണ്ടായിരുന്നു. ഇത്തരത്തിലൊരു സംഭവം വിൻസി സെറ്റിൽ അറിയിച്ചിരുന്നു എന്നുള്ളത്. ഒപ്പം തന്നെ ഇതുമായി ബന്ധപ്പെട്ട് ചർച്ചകൾ നടത്തി പിന്നീട് തുടർന്നുള്ള ഷൂട്ടിംഗ് തടസ്സപ്പെടാതിരിക്കുന്നതിന് വേണ്ടി ചിത്രവുമായി സഹകരിക്കുകയാണ് ചെയ്തതെന്നും സുഭാഷ് പോണോളി പറഞ്ഞിരുന്നു. എന്നാൽ ഇത്തരം ഈ സുഭാഷ് പോണോളിയുടെ എല്ലാം തന്നെ ആരോപണങ്ങൾ സംവിധായകനും നിർമ്മാതാവും മറ്റ് അണിയറ പ്രവർത്തകരും പൂർണ്ണമായും തള്ളിക്കളയുകയാണ്. സുഭാഷ് പോണോളി ചിത്രത്തിന്റെ ഭാഗമായിരുന്നു എന്ന് സംവിധായകൻ സമ്മതിക്കുന്നു. എന്നാൽ ഇത്തരം ഈ ആരോപണങ്ങളിൽ പറയുമ്പോൾ ഒരു സംഭവം നടന്നിട്ടില്ല എന്നുള്ളതാണ് ഈ സംവിധായകനും ഒപ്പം തന്നെ ഇതിനുമായി ബന്ധപ്പെട്ട നിർമ്മാതാവും പറയുന്നത്. എന്തായാലും ഷൈന് ഈ സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അനുകൂലമായാണ് സംവിധായകനും നിർമ്മാതാവുമെല്ലാം ഇന്ന് മാധ്യമങ്ങളോട് സംസാരിച്ചത്. മറ്റൊരു പ്രധാനപ്പെട്ട വിശദീകരണം ഈ സിനിമയുമായി ബന്ധപ്പെട്ടവർ നൽകിയത് ഇത് ഏതെങ്കിലും തരത്തിലുള്ള ഒരു മാർക്കറ്റിംഗ് അല്ലെങ്കിൽ പ്രൊമോഷൻ പരിപാടികളുടെ ഭാഗമാണ് എന്നുള്ള വിമർശനം സമൂഹ മാധ്യമങ്ങളിൽ വലിയ തോതിലുണ്ടായിരുന്നു. എന്നാൽ ഇത് ഒരു തരത്തിലുമുള്ള പ്രൊമോഷന്റെ ഭാഗമായിരുന്നില്ല, ഇതൊരു തരത്തിലുമുള്ള മാർക്കറ്റിംഗിന്റെ ഭാഗമായിരുന്നില്ല. സിനിമ ഇത് ഒരു തരത്തിലും പോസിറ്റീവായി ബാധിക്കില്ല, സിനിമയെ നെഗറ്റീവായി മാത്രമാണ് ഇത്തരം വിവാദങ്ങൾ ബാധിക്കുന്നത് എന്നുള്ള വിശദീകരണം ഇവർ നൽകിയിട്ടുണ്ട്. എന്തായാലും ഈ ICCയുടെ തുടർ നടപടികൾ വിൻസിയുടെ പരാതിയുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകുമ്പോഴും സംവിധായകനും ഇതിന്റെ നിർമ്മാതാവും ഷൈനെ വളരെയധികം വലിയ പിന്തുണയാണ് നൽകുന്നതെന്ന് ഇവരുടെ പ്രതികരണങ്ങളിൽ നിന്ന് എന്തായാലും വ്യക്തമായിരിക്കുകയാണ്. ശരി, റാഫി കരീം വിശദാംശങ്ങൾ നൽകുകയായിരുന്നു കൊച്ചിയിൽ നിന്ന്. ഇനി തിരുവനന്തപുരത്തേക്കാണ്. തിരുവനന്തപുരം വെള്ളറടയിൽ വീട്ടമ്മയുടെ മരണം ആംബുലൻസ് എത്താൻ വൈകിയത് കൊണ്ടാണ് എന്ന ആരോപണം. കള്ളിക്കാട് സ്വദേശി ആൻസിയാണ് ആശുപത്രിയിലേക്ക് കൊണ്ടുപോകും വഴി മരിച്ചത്. വെള്ളറടയിലെ സ്വകാര്യ ആശുപത്രിയിൽ പനി ബാധിച്ച് ചികിത്സയ്ക്കെത്തിയെങ്കിലും വിദഗ്ധ ചികിത്സയ്ക്ക് ജനറൽ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകാൻ ഡോക്ടർ നിർദ്ദേശിക്കുകയായിരുന്നു. ആംബുലൻസ് എത്താൻ വൈകിയതാണ് മരണകാരണമെന്നാണ് ഉയരുന്ന ആരോപണം. ഡോക്ടർമാർ വിളിച്ചിട്ട് പോലും ഉള്ള ഒരു സന്മനസ് കാണിക്കാത്ത ഒരു അവസ്ഥയിലാണ് ഈ വെള്ളയുടെ CHS പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ശരി, അതാ പേഷ്യൻ്റ് ഒന്ന് കാണിക്കുകയാണ്. ഒരു മിനിറ്റ് അമ്മ ഒന്ന് കയറ്റി, പെട്ടെന്ന് കയറ്റി. കടുത്ത പനിയെ തുടർന്ന് ഇന്നലെ രാത്രിയാണ് ആൻസിയെ വെള്ളറടയിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചത്. ആരോഗ്യനില വഷളായതോടെ ഡോക്ടർ നെയ്യാറ്റിൻകര ജനറൽ ആശുപത്രിയിലേക്ക് റഫർ ചെയ്തു. ഓക്സിജൻ സൗകര്യമുള്ള ആംബുലൻസ് ഉറപ്പാക്കണമെന്നായിരുന്നു നിർദ്ദേശം. നില വീണ്ടും വഷളായതോടെ സ്വകാര്യ ആശുപത്രിയിൽ നിന്ന് ആൻസിയെ വെള്ളറട സാമൂഹിക ആരോഗ്യ കേന്ദ്രത്തിലേക്ക് മാറ്റി. സൗകര്യം കുറവായതിനാൽ അവിടെ നിന്നും പ്രാഥമിക ചികിത്സയ്ക്ക് ശേഷം ജനറൽ ആശുപത്രിയിലേക്ക് ഡോക്ടർ റഫർ ചെയ്തു. സാമൂഹിക ആരോഗ്യ കേന്ദ്രത്തിലെ ജീവനക്കാരും 108 ആംബുലൻസ് സേവനം ഉറപ്പാക്കാൻ ശ്രമിച്ചെങ്കിലും കുരിശുമലയിൽ ഡ്യൂട്ടി ഉണ്ടെന്നും ആംബുലൻസ് വിട്ടു നൽകാൻ കഴിയില്ല എന്നുമായിരുന്നു മറുപടി. അപ്പം അവർ പറഞ്ഞൊരു മറുപടി, കുരിശുമല തീർത്ഥാടനം നടക്കുന്നത് കൊണ്ട് ആംബുലൻസ് വിടാൻ കഴിയില്ല. വളരെ ദയനീയകരമായ ഒരു അവസ്ഥ. പിന്നെയും ഏറെ വൈകിയാണ് സ്വകാര്യ ആംബുലൻസ് എത്തിച്ച് രോഗിയെ ജനറൽ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയത്. പക്ഷേ ആശുപത്രിയിൽ എത്തുന്നതിന് മുന്നേ ജീവൻ നഷ്ടമായി. കൃത്യസമയത്ത് ആംബുലൻസ് സേവനം കിട്ടിയിരുന്നെങ്കിൽ ആൻസിയുടെ ജീവൻ രക്ഷിക്കാമായിരുന്നുവെന്ന് ബന്ധുക്കൾ പറഞ്ഞു. ജീവനക്കാലം വലുതല്ല, ഒരിക്കലും ഒരു പൊതു പരിപാടിയും തീർച്ചയായിട്ടും ഇത് വളരെ ദയനീയമാണ്, വളരെ അപലപനീയമാണ്. 52 വയസ്സുള്ള ആൻസി ഒറ്റയ്ക്കാണ് താമസം. പെന്തക്കോസ്ത് സഭയിലെ പാസ്റ്ററാണ് രോഗം മൂർച്ഛിച്ച ആൻസിയെ ആശുപത്രിയിൽ കൊണ്ടുപോയത്. അജീഷ് ജയകുമാർ, 24, തിരുവനന്തപുരം. പൊതുജനം കഴുതയല്ല സാർ. ഇടുക്കി മൂന്നാറിൽ വീണ്ടും സാഹസിക യാത്ര. ഗ്യാപ്പ് റോഡിലാണ് കാറിന്റെ ഡോറിൽ കയറിയിരുന്ന യുവാക്കൾ യാത്ര ചെയ്ത്. തമിഴ്നാട് രജിസ്ട്രേഷനിലുള്ള വാഹനമാണ്. ഒരാഴ്ചക്കിടെ 8 നിയമലംഘന യാത്രകളാണ് ഈ റൂട്ടിൽ നടന്നത്. ആദ്യമായി ദൃശ്യങ്ങൾ. രാഹുൽ വിജയൻ വിവരങ്ങളുമായി ചേരുന്നുണ്ട് ഇടുക്കിയിൽ നിന്ന്. രാഹുൽ, ഇതിൻ്റെ അപകട സാധ്യതയും നിയമപരമായി പിന്നീട് നേരിടേണ്ടി വരുന്ന നടപടികളെക്കുറിച്ചുമൊക്കെ നിരന്തരമായി സംസാരിച്ചുകൊണ്ടിരിക്കുന്നതാണ്. എന്നിട്ടും തുടരുന്നു ഇത്തരത്തിലുള്ള കാഴ്ചകൾ. വിവരങ്ങൾ എന്താണ് രാഹുൽ വിജയൻ?
റിജിത്ത് ആവർത്തിച്ച് നടപടിയെടുത്താലും മൂന്നാർ ഗ്യാപ്പ് റോഡിലെ ഈ സാഹസിക യാത്രയ്ക്ക് യാതൊരു കുറവും ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇന്നും ഉണ്ടായത് തമിഴ്നാട് രജിസ്ട്രേഷനുള്ള വാഹനത്തിലാണ് 3 യുവാക്കൾ കാറിന്റെ ഡോറിൽ കയറിയിരുന്ന അപകടകരമായ രീതിയിൽ യാത്ര ചെയ്യുന്നത്. അവർ ഫോൺ ഉപയോഗിക്കുന്നുണ്ട്, അത് ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തവുമാണ്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ 3 പേർക്ക് മാത്രമല്ല, ആ വഴി വരുന്ന മറ്റു ആളുകൾക്കും അപകടമുണ്ടാക്കുന്ന വിധത്തിലാണ് ഇത്തരം സാഹസിക യാത്രകൾ നടത്തുന്നത് എന്നുള്ളതാണ് വളരെ ആശങ്കയുണ്ടാക്കുന്ന കാര്യം. കഴിഞ്ഞ ഒരാഴ്ചക്കിടെ ദൃശ്യങ്ങൾ സഹിതം പുറത്തു വന്നത് 8 സംഭവങ്ങളാണ്. അതുകൂടാതെ ഒരുപാട് സാഹസിക യാത്രകളും നിയമലംഘന യാത്രകളും മൂന്നാർ ഗ്യാപ്പ് റോഡിൽ നടക്കുന്നുണ്ട്. മോട്ടോർ വാഹന വകുപ്പ് പരിശോധന ശക്തമാക്കുമെന്ന് പറയുമ്പോഴും അത്ര കാര്യക്ഷമമല്ല എന്നുള്ളൊരു ആക്ഷേപം നാട്ടുകാരുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നുണ്ട്. എന്തായാലും അടിയന്തര നടപടി ഉണ്ടാകേണ്ടതാണ്. ഇതിപ്പോൾ തമിഴ്നാട് രജിസ്ട്രേഷനുള്ള വാഹനമാണ്. അവർ മൂന്നാറിലേക്ക് വിനോദസഞ്ചാരത്തിന് എത്തിയതായിരിക്കാം. ഒരുപക്ഷെ ആ വാഹനത്തിൽ ഉണ്ടായിരുന്ന ആളുകൾ അതിർത്തി കടന്ന് തമിഴ്നാട്ടിലേക്ക് തിരികെ പോകാൻ സാധ്യതയുണ്ട്. എന്തായാലും മോട്ടോർ വാഹന വകുപ്പ് ദൃശ്യങ്ങൾ പരിശോധിച്ച് നടപടി ആരംഭിച്ചിട്ടുണ്ട് എന്നാണ് വ്യക്തമാക്കുന്നത്. ഇനി എന്തായിരിക്കും നടപടി എന്നുള്ളത് കാത്തിരുന്ന് തന്നെ കാണേണ്ടതുമാണ്. രാഹുൽ വിജയൻ വിശദാംശങ്ങൾ നൽകുകയായിരുന്നു ഇടുക്കിയിൽ നിന്ന്. ചെറിയൊരു ഇടവേളയിലേക്ക് പോകാനുള്ള സമയമാണിനി. ഇടവേളയിലേക്ക് പോകുന്നതിന് മുമ്പ് മുഖ്യമന്ത്രിയുടെ ഈസ്റ്റർ ആശംസ വരുന്നുണ്ട്. ദുഃഖവെള്ളിക്കപ്പുറത്ത് സന്തോഷത്തിൻ്റെ ഈസ്റ്റർ ഉണ്ട് എന്നത് യാതനകളെ അതിജീവിക്കാനുള്ള കരുത്ത് നൽകും. എല്ലാവരും തുല്യരായി സന്തോഷത്തോടെ വാഴുന്ന നല്ലൊരു നാളെ സ്വപ്നം കാണുന്ന നമ്മളെല്ലാവരെയും സംബന്ധിച്ചിടത്തോളം നവകേരളം കെട്ടിപ്പടുക്കാനുള്ള കൂട്ടായ പരിശ്രമങ്ങൾക്ക് ഊർജ്ജം പകരുന്നതാണ് ഈസ്റ്റർ ആഘോഷങ്ങൾ. എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ഈസ്റ്റർ ആശംസകളെന്ന് മുഖ്യമന്ത്രി കുറിക്കുന്നുണ്ട്. വളരെ സങ്കടകരമായ ഒരു വാർത്ത തൃശ്ശൂരിൽ നിന്ന് പുറത്തു വരുന്നുണ്ട്. അവിടെ തൃശ്ശൂർ കയ്പമംഗലം കൂരിക്കുഴി കമ്പനിക്കടവിൽ 2.5 വയസ്സുകാരൻ കടലിൽ വീണ് മരിച്ചു എന്ന വിവരം പുറത്തു വരുന്നു. മാതാപിതാക്കൾക്കൊപ്പം ബന്ധുവീട്ടിൽ വിരുന്നിനെത്തിയതായിരുന്നു. അതിനിടയിലാണ് ഈ അപകടമുണ്ടായത്. അതിൻ്റെ വിശദമായ വിവരങ്ങൾ നമുക്ക് പരിശോധിക്കാം. സൂരജ് സജി അതിൻ്റെ വിവരങ്ങൾ നൽകും. അതിനു മുമ്പ് മറ്റൊരു റിപ്പോർട്ടിലേക്ക് കടക്കുകയാണ്. കോഴിക്കോട് പേരാമ്പ്രയിൽ മദ്യലഹരിയിൽ അയൽവാസി 12 വയസ്സുകാരനെ മർദ്ദിച്ചതായി പരാതി. കൂത്താളി സ്വദേശി മുഹമ്മദ് മുസമ്മിനാണ് മർദ്ദനമേറ്റത്. കുട്ടിയുടെ കുടുംബം നൽകിയ പരാതിയിൽ നരിക്കുന്നുമ്മൽ നാരായണനെതിരെ പോലീസ് കേസെടുത്തു. സമീർ സി മുഹമ്മദ് വിവരങ്ങളുമായി ചേരുന്നുണ്ട് കോഴിക്കോട്ട് നിന്ന്. സമീർ, പോലീസിന്റെ ഇടപെടൽ ഉണ്ടായിട്ടുണ്ട്, വിവരങ്ങൾ എന്താണ് സമീർ? ശ്രീജിത്ത്, കൂട്ടുകാരുമൊത്ത് പന്ത് കളിക്കുകയായിരുന്നു ഈ കുട്ടി. ആ വേളയിലാണ് മധ്യവയസ്കനായിട്ടുള്ള അയൽവാസി അവിടേക്ക് എത്തുകയും പന്ത് പിടിച്ചു വാങ്ങുകയും ചെയ്തു. പിന്നീട് കുട്ടിയെ ക്രൂരമായി മർദ്ദിക്കുകയായിരുന്നു. ഒരു പ്രകോപനവും ഇല്ലാതെയാണ് മർദ്ദിച്ചത് എന്നാണ് ഈ കുടുംബം പറയുന്നത്. അതുപോലെ തന്നെ മദ്യലഹരിയിലാണ് കുട്ടിയെ ആക്രമിച്ചത് എന്നും പരാതിയിൽ പറയുന്നുണ്ട്. കൂത്താളി സ്വദേശിയായിട്ടുള്ള നരിക്കുന്നുമ്മൽ മുഹമ്മദ് മുസമ്മിലിനാണ് പരിക്കേറ്റിരിക്കുന്നത്. ഈ 12 വയസ്സുകാരന്റെ കയ്യനും കാലും പരിക്കേറ്റിട്ടുണ്ട്. വിദ്യാർത്ഥി ചികിത്സയിലാണ്. പേരാമ്പ്ര താലൂക്ക് ആശുപത്രിയിലാണ് നേരത്തെ ചികിത്സ തേടിയത്. പിന്നീട് കോഴിക്കോട് മെഡിക്കൽ കോളേജിലും വിദ്യാർത്ഥി ചികിത്സ തേടിയിട്ടുണ്ട്. ഇപ്പോൾ വിദ്യാർത്ഥിയുടെ കുടുംബം പോലീസിൽ പരാതി നൽകിയിരിക്കുന്നു. അതിന്റെ അടിസ്ഥാനത്തിലാണ് അയൽവാസിയായിട്ടുള്ള നരിക്കുന്നുമ്മൽ നാരായണനെതിരെ പോലീസ് കേസെടുത്തിരിക്കുന്നത്. പേരാമ്പ്ര പോലീസാണ് നടപടി സ്വീകരിച്ചിരിക്കുന്നത്. നാരായണൻ പലപ്പോഴും മദ്യപിച്ചെത്തി ബഹളം വെക്കാറുണ്ട് എന്നും അതിന്റെ തുടർച്ചയാണ് ഈ സംഭവമെന്നും ഈ പരാതിയിൽ പറയുന്നുണ്ട്. പോലീസ് അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടില്ല. നിലവിൽ ഇപ്പോൾ ഇയാൾക്കെതിരെ നാരായണനെതിരെ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നു. റീജിത്ത്. സമീർ സി മുഹമ്മദ് കോഴിക്കോട്ട് എന്ന വിശദാംശങ്ങൾ നൽകുകയായിരുന്നു. സാധാരണ ജനങ്ങൾ ആശ്രയിക്കുന്ന സൗജന്യ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയാണ് കാരുണ്യ. എന്നാൽ മാർച്ച് 31 ശേഷം കാരുണ്യ രജിസ്ട്രേഷൻ നിലച്ചു. ഇതോടെ ദുരിതത്തിലായിരിക്കുകയാണ് രോഗികൾ. രജിസ്ട്രേഷൻ പുനരാരംഭിക്കുന്നതിനുള്ള ഉത്തരവ് സർക്കാർ ഇറക്കിയിട്ടില്ല എന്നാണ് വിവരം. പദ്ധതി പുതുക്കിയില്ല എങ്കിൽ വരും ദിവസങ്ങളിൽ ഗുരുതര രോഗങ്ങൾക്ക് ചികിത്സയിലുള്ളവരുടെ കാര്യം പ്രതിസന്ധിയിലാകും. മുൻകാലങ്ങളിലേതുപോലെ വൈകിയാണെങ്കിലും സർക്കാർ ഇടപെടും എന്ന പ്രതീക്ഷയിലാണ് രോഗികൾ. സർവ്വസാധാരണക്കാരായ മനുഷ്യരാണ് കാരുണ്യ പദ്ധതിയുടെ ഗുണഭോക്താക്കൾ. അതിനെന്തെങ്കിലും തട്ടുകേട് സംഭവിച്ചാൽ അവരുടെ കാര്യം അവതാളത്തിലാകും. സാമ്പത്തിക പ്രശ്നങ്ങൾ തന്നെയാണ് സർക്കാരിനെ അലട്ടുന്നതെന്നാണ് ലഭ്യമാകുന്ന വിവരം. പലപ്പോഴും നിലച്ചു പോവുകയും പലതവണ നീട്ടുകയും ചെയ്ത പദ്ധതിയാണിത്. ഏറ്റവും ഒടുവിൽ ഇക്കഴിഞ്ഞ മാർച്ച് 31 വരെയായിരുന്നു കാലാവധി നീട്ടിയത്. എന്നാൽ മാർച്ച് കഴിഞ്ഞ് ഏപ്രിൽ മാസം 17 ആയിട്ടും രജിസ്ട്രേഷൻ പുനരാരംഭിക്കുന്നതിനുള്ള ഉത്തരവ് സർക്കാർ ഇറക്കിയിട്ടില്ല. 5 ലക്ഷം രൂപയുടെ ചികിത്സയാണ് പദ്ധതിയിലൂടെ സാധാരണക്കാരായ രോഗികൾക്ക് ലഭിക്കുന്നത്. കേന്ദ്ര സർക്കാരിൻ്റെ ആയുഷ്മാൻ പദ്ധതിയിൽ നിന്നുള്ള വിഹിതവും കാരുണ്യ ലോട്ടറിയിൽ നിന്നുള്ള വരുമാനവും സംസ്ഥാന സർക്കാർ ഫണ്ടും ഉപയോഗിച്ചായിരുന്നു നടത്തിപ്പ്. 364 സ്വകാര്യ ആശുപത്രികൾ, 197 സർക്കാർ ആശുപത്രികൾ, 4 കേന്ദ്ര സർക്കാർ ആശുപത്രികൾ എന്നിവിടങ്ങളിലാണ് ചികിത്സ നൽകിപ്പോരുന്നത്. പദ്ധതി പുനരാരംഭിക്കാത്തതിനാൽ പലരുടെയും ചികിത്സ മുടങ്ങുന്ന അവസ്ഥയാണുള്ളത്. ചികിത്സയ്ക്കായി സ്വന്തം നിലയിൽ പണം കണ്ടെത്തേണ്ടി വരുന്നുമുണ്ട്. അധികനാൾ ഈ സ്ഥിതി തുടരാനാകില്ല. കാരുണ്യ പദ്ധതിയുടെ ഭാഗമായി 1000-ലേറെ അപേക്ഷകളാണ് വിവിധ ആശുപത്രികളിൽ നിലവിൽ കെട്ടിക്കിടക്കുന്നത്. വൃക്കരോഗം, ക്യാൻസർ, ഹൃദ്രോഗം,
കരൾ രോഗം തുടങ്ങിയ ഗുരുതര അസുഖങ്ങൾക്കാണ് സൗജന്യ ചികിത്സ ലഭിക്കേണ്ടതും. പദ്ധതി നിലച്ചതോടെ ഈ രോഗികളുടെ ചികിത്സ വലിയ പ്രതിസന്ധിയിലാണ്. നിലവിൽ 65,000 രോഗികൾ കാരുണ്യ പദ്ധതി വഴി ചികിത്സ നടത്തിവരുന്നുണ്ട്. പദ്ധതി പുതുക്കിയില്ലെങ്കിൽ വരും ദിവസങ്ങളിൽ പ്രതിസന്ധി രൂക്ഷമാകും. പദ്ധതി നടപ്പാക്കുന്നതിനുള്ള സാമ്പത്തിക പ്രശ്നങ്ങളാണ് സർക്കാരിനെ കുഴയ്ക്കുന്നത്. നിലവിൽ ആശുപത്രികൾക്ക് 1000 കോടി രൂപയിലധികം കുടിശ്ശിക നൽകാനുമുണ്ട്. മുൻകാലങ്ങളിലേതുപോലെ വൈകിയാണെങ്കിലും സർക്കാർ ഇടപെടൽ പ്രതീക്ഷിക്കുകയാണ് രോഗികൾ. കാലാവധി നീട്ടി നൽകുക മാത്രമാണ് ഏക പ്രതിവിധി. വൈകാതെ അതുണ്ടാകുമെന്ന് കരുതാം. എസ് ശ്രീകാന്ത്, 24, തിരുവനന്തപുരം. പൊതുജനം കഴുതയല്ല സാർ. നേരത്തെ സൂചിപ്പിച്ച വാർത്തയുടെ വിശദാംശങ്ങളിലേക്കാണ് ഇനി കടക്കുന്നത്. തൃശ്ശൂരിൽ 2.5 വയസ്സുകാരൻ കടലിൽ വീണ് മരിച്ചു. മുറ്റിച്ചൂർ സ്വദേശി നാസർ ഷാഹിറ ദമ്പതികളുടെ മകൻ അഷുഫാക്കാണ് മരിച്ചത്. കയ്പമംഗലം കൂരിക്കുഴി കമ്പനിക്കടവിലാണ് അപകടം. സൂരജ് സജി വിവരങ്ങളുമായി ചേരുന്നുണ്ട്. സൂരജ്, വിവരങ്ങൾ. ടി.കെ. ബന്ധുവീട്ടിൽ വിരുന്നാഘോഷിക്കാൻ സന്തോഷപൂർവ്വം എത്തിയ കുടുംബമാണ്. ആ കുടുംബത്തിലെ 2.5 വയസ്സുകാരൻ്റെ ജീവനാണ് നഷ്ടമായിരിക്കുന്നത്. ഇന്ന് വൈകുന്നേരം 5:30യോടുകൂടിയാണ് ഈ അപകടമുണ്ടാകുന്നത്. ഈ തൃശ്ശൂർ കയ്പമംഗലം കൂരിക്കുഴി കമ്പനിക്കടവിലാണ് ഈ അപകടമുണ്ടായത്. ഈ കുട്ടിയുടെ സഹോദരൻ, മൂത്ത സഹോദരന് 4 വയസ്സ് പ്രായമാണ്. ഈ സഹോദരനുമൊത്ത് ഈ ബന്ധുവിൻ്റെ വീട്ടിൽ നിന്ന് അയൽ വീട്ടിലേക്ക് പോയതാണ് ഈ 2.5 വയസ്സുകാരൻ. ഇതിനിടയിൽ ഈ കുട്ടി ആരുടെയും ശ്രദ്ധയിൽപ്പെടാതെ മറ്റൊരു വഴിയിലൂടെ ഈ കടലിലേക്ക് എത്തുകയായിരുന്നു എന്നുള്ളതാണ് പറയുന്നത്. പിന്നീട് ഈ അഷ്ഫാഖിൻ്റെ മൃതദേഹമാണ് ഈ കരക്കടിഞ്ഞ നിലയിൽ കണ്ടെത്തുന്നത്. ഈ ശരീരം കരക്കടിഞ്ഞ നിലയിൽ മത്സ്യത്തൊഴിലാളികൾ തന്നെ കണ്ടെത്തുകയായിരുന്നു. അങ്ങനെ അഷ്ഫാഖിനെ സമീപത്തെ ആശുപത്രിയിൽ, ആദ്യം ഈ ചന്ദ്രാപ്പന്നിയിലെ തന്നെ അൽ ഇക്ബാൽ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ഈ പരിക്ക് ഗുരുതരമായതിനെ തുടർന്ന് ഈ കൊടുങ്ങല്ലൂരിലെ AR ആശുപത്രിയിലേക്ക് മാറ്റുകയായിരുന്നു. പക്ഷേ ഈ 2 ആശുപത്രിയിലും എത്തിച്ചെങ്കിൽ പോലും ജീവൻ രക്ഷിക്കാനായില്ല എന്നുള്ളതാണ് പറയുന്നത്. ഈ ബന്ധുവീട്ടിൽ വിരുന്നാഘോഷിക്കാൻ എത്തിയ കുടുംബത്തിലെ 2.5 വയസ്സുകാരനാണ് ഇപ്പോൾ ജീവൻ നഷ്ടപ്പെട്ടിരിക്കുന്നത്. ഈ വീട്ടുകാരുടെ ശ്രദ്ധയിൽപ്പെടാതെ ഈ കുട്ടി കടലിലെത്തുകയും ഈ കടലിൽ തിരയിലിറങ്ങി അപകടത്തിൽപ്പെടുകയുമായിരുന്നു എന്നുള്ളതാണ് പ്രാഥമിക നിഗമനം. എന്തായാലും ഈ സംഭവത്തിൽ കയ്പമംഗലം പോലീസ് വിശദമായ അന്വേഷണം ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട്. ടി.കെ. സൂരജ് സജി വിവരങ്ങൾ നൽകുകയായിരുന്നു. കോഴിക്കോട് വടകരയിൽ നിന്നും സങ്കടകരമായൊരു വാർത്ത കൂടി വരുന്നുണ്ട്. മണിയൂരിൽ ആൾമറയില്ലാത്ത കിണറ്റിൽ വീണ് 5 വയസ്സുകാരൻ മരിച്ചു. നിവാനാണ് മരിച്ചത്. വീടിന് സമീപത്ത് കളിച്ചുകൊണ്ടിരിക്കെ നിവാസും മറ്റൊരു കുട്ടിയും കിണറ്റിൽ വീഴുകയായിരുന്നു. ഒരു കുട്ടിയെ നാട്ടുകാർ പിന്നീട് രക്ഷപ്പെടുത്തുകയായിരുന്നു. മിഥില ബാലൻ വിവരങ്ങളുമായി ചേരുന്നുണ്ട് കോഴിക്കോട്ട് നിന്ന്. മിഥില, വിവരങ്ങൾ എന്താണ് മിഥില? റിജിത്ത്, ഇന്ന് വൈകുന്നേരമാണ് ഈ ഒരു സംഭവം ഉണ്ടായത്. വീടിനടുത്തുള്ള പറമ്പിൽ കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു 2 കുട്ടികൾ. ഇതിനിടയിലാണ് ആൾമറയില്ലാത്ത കിണറ്റിൽ ഈ 2 കുട്ടികൾ വീണത്. പിന്നീട് നാട്ടുകാർ ഓടിയെത്തി 2 പേരെയും പുറത്തെടുത്തെങ്കിലും നിവാനെ രക്ഷിക്കാനായില്ല. മറ്റേ കുട്ടിയെ മാത്രമാണ് രക്ഷിക്കാനായത്. നിവാന്റെ മൃതദേഹം ഇപ്പോൾ വടകര ജില്ലാ ആശുപത്രിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. ഇന്ന് വൈകിട്ടാണ് ഈ ഒരു ദാരുണമായ സംഭവം ഉണ്ടായത്. റിജിത്ത്. ശരി, മിഥില ബാലൻ വിശദാംശങ്ങൾ നൽകുകയായിരുന്നു. എന്തായാലും വലിയ സങ്കടമുണ്ടാക്കുന്ന വാർത്തയാണ്. ലഹരിക്കും അക്രമത്തിനുമെതിരെ 24 ചീഫ് എഡിറ്റർ R. ശ്രീകണ്ഠൻ നായർ നടത്തുന്ന കേരള യാത്രയ്ക്ക് നാളെ സമാപനം. SKN40 കേരള യാത്രയെ നെഞ്ചോട് ചേർത്ത കാസർഗോഡ് നീലേശ്വരം കോട്ടപ്പുറം ഹൗസ് ബോട്ട് ടെർമിനലിൽ നിന്ന് മോർണിംഗ് ഷോയോടെ തുടങ്ങി. രാജ്മോഹൻ ഉണ്ണിത്താൻ MP, പോലീസ്, എക്സൈസ് ഉദ്യോഗസ്ഥർ എന്നിവർ യാത്രയ്ക്ക് ആശംസകൾ നേർന്നു. തേജസ്വിനി ക്ലബിന്റെ ബാൻഡ് വാദ്യം യാത്രയെ ആവേശോജ്വലമാക്കി. കയ്യൂരിലെ അമ്മമ്മക്കൂട്ടത്തിന്റെ ലഹരി വിരുദ്ധ പാട്ടുമായുള്ള നൃത്തം ഷാളണിയിച്ചും പൂച്ചെണ്ടുകൾ നൽകിയും 24 ചീഫ് എഡിറ്റർ R. ശ്രീകണ്ഠൻ നായരെ ഹൃദയത്തോട് ചേർത്തു കാസർകോടൻ ജനത. ഗായിക പർവീണ അരുൺ, വിവിധ ക്ലബ്ബുകളിൽ നിന്നുള്ള പ്രതിനിധികൾ എന്നിവർ കലാപരിപാടികൾ അവതരിപ്പിച്ചു. സ്വപ്നത്തിൽ ഞാനൊരു പൂമ്പാറ്റയായിന്നു മാറി. മോർണിംഗ് ഷോക്കിടെ തേജസ്വിനി പുഴയിലൂടെ ഹൗസ് ബോട്ട് യാത്ര. ഹൗസ് ബോട്ടിൽ പാട്ടും നൃത്തവുമായി സിനിമാ താരങ്ങളായ PP കുഞ്ഞികൃഷ്ണൻ, ഉണ്ണിരാജ, അഡ്വക്കേറ്റ് ഷുക്കൂർ, അഡ്വക്കേറ്റ് ഗംഗാധരൻ തുടങ്ങിയവരും പാട്ടുകാരൻ സുരേഷ് പള്ളിപ്പാറയും.
പാട്ടിനൊപ്പം ചുവടുവെച്ച SKN. തുടർന്ന് അച്ചാത്തുരുത്തിലേക്ക് ലഹരി വിരുദ്ധ സന്ദേശവുമായി SKN നടത്തുന്ന കേരള യാത്രയെ പ്രശംസിച്ച കാസർഗോഡ് MP രാജ്മോഹൻ ഉണ്ണിത്താൻ. ടെൻസിങ്ങും ഹിലാരിയും എവറസ്റ്റ് കീഴടക്കി എന്ന് പറഞ്ഞ പോലെ കേരളത്തിലെ പൊതുജന സമൂഹത്തിന്റെ മനസാക്ഷി ഉണർന്നുണ്ടായിരുന്നു നിങ്ങളെല്ലാം കൂടെ കീഴടക്കിയിരിക്കുകയാണ്. സിനിമാ നടനും കാസർഗോഡ് സ്പെഷ്യൽ ബ്രാഞ്ച് DYSPയുമായ സിബി തോമസും യാത്രയിൽ പങ്കുചേർന്നു. ആദ്യം തന്നെ ഏറ്റവും ഒരു നന്ദി രേഖപ്പെടുത്തുക ഡിപ്പാർട്ട്മെന്റ് ഭാഗത്ത് തന്നെ. കാരണം എന്താ വെച്ചാൽ ഇത് ഏറ്റവും കൂടുതലും ഈ ലഹരിക്കെതിരെയുള്ള ഈ ഒരു യാത്ര ഉണ്ടല്ലോ ഏറ്റവും കൂടുതൽ ഉപകാരപ്പെട്ടത് ഞങ്ങൾക്കാണ്. കാഞ്ഞങ്ങാട് പുതിയ കോട്ടയിൽ നടന്ന പരിപാടിയിൽ മുനിസിപ്പാലിറ്റിക്ക് കീഴിലെ ഹരിതകർമ്മ സേനാംഗങ്ങൾക്ക് SKN ഉപഹാരം സമ്മാനിച്ചു. എൻഡോസൾഫാൻ ദുരിതബാധിതരുടെ പുനരധിവാസ കേന്ദ്രത്തിലും കേരള യാത്രയെത്തി. കാസർഗോഡ് തനതുകലയായ അലാമിക്കളി കണ്ടതോടെ 24 സംഘത്തിനും കൗതുകം. തുടർന്ന് അമ്പലപ്പാറ സ്നേഹ വീട്ടിൽ കുട്ടികളുടെ കലാപരിപാടികൾ. കാസർഗോഡിലെ മുഴുവൻ എൻഡോസൾഫാൻ വിക്ടിംസിന് വേണ്ടി എന്തെങ്കിലും ചെയ്യണമെന്നുള്ളതാണ്. അത് ഞാൻ കുറച്ചുകൂടെ ആലോചിച്ചിട്ട് നിങ്ങൾക്ക് എന്തായാലും നമ്മളൊരു ചികിത്സാ സഹായം ഉറപ്പുവരുത്തും. പാലക്കുന്നിൽ തച്ചങ്ങാട് ഗവൺമെന്റ് ഹൈസ്കൂളിലെ വിദ്യാർത്ഥികളും യാത്രയുടെ ഭാഗമായി. തുടർന്ന് ഉദുമ മുല്ലച്ചേരിയിൽ സുഭാഷ് ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ് സംഘടിപ്പിച്ച ലഹരി വിരുദ്ധ പരിപാടിയിലേക്ക് SKN എത്തിയതോടെ മുല്ലച്ചേരിയിൽ ആഘോഷം. ലഹരി വിരുദ്ധ പ്രതിജ്ഞ ചൊല്ലിയാണ് മുല്ലച്ചേരിയിലെ പരിപാടി സമാപിച്ചത്. 24 കാസർഗോഡ്. നോക്കാമിനി ഇന്നത്തെ സ്വർണ്ണവില. ഇന്നത്തെ സ്വർണ്ണനിരക്ക് സമർപ്പിക്കുന്നത് സ്പർശ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ഡിജിറ്റലാകൂ ഇനി സ്പർശയോടൊപ്പം. പൊതുജനം കഴുതിയല്ല സാർ എന്ന പരിപാടിയുടെ സമയം ഇവിടെ പൂർത്തിയാവുകയാണ്.